പ്രിയ പ്രേക്ഷകരെ, യു വിൽ നെവർ ഫൈൻഡ് ജസ്റ്റിസ് ഇൻ എ വേൾഡ് വെയർ ക്രിമിനൽസ് മേക്ക് ദ ലോസ്. ബോബ് മാർലഗിന്റെ വാക്കുകളാണ്. മ്യൂസീഷ്യനാണ്. കുറ്റവാളികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ലോകത്ത് നിങ്ങൾക്ക് നീതി ഒരിക്കലും ലഭിക്കില്ല. പ്രിയ പ്രേക്ഷകരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുറ്റവാളികൾ, ഞാൻ ഒരു കുറ്റവാളിയാണ്, എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവരും കുറ്റവാളികളാണ്. അവർ ഈ ലോകത്തൊരു നിയമമുണ്ടാക്കിയാൽ ആ നിയമമുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ അവരാൽ ഭരിക്കപ്പെടുന്ന ഒരു ജനതയ്ക്കും ഒരിക്കലും നീതി ലഭിക്കില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ബോബ് മെർലഗ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ പറയേണ്ടി വരും. മതത്തിൽ അധിഷ്ഠിതമായിട്ട്, ജാതിയിൽ അധിഷ്ഠിതമായിട്ട്, വർഗത്തിൽ അധിഷ്ഠിതമായിട്ട്, വർണ്ണവിവേചനത്തിൽ അധിഷ്ഠിതമായിട്ട്, പ്രകൃതി മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യബോധമില്ലാതെ, ഇങ്ങനെ ഒരു വിധത്തിലും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ജനത ആ കണ്ടെത്തലിനെ അടിസ്ഥാനപ്പെടുത്തി തിരഞ്ഞെടുക്കുന്നവർ ഭരിക്കുന്ന ലോകത്ത് നിങ്ങൾക്കൊരിക്കലും നീതി ലഭിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന ആരാണ്? ഞാൻ. എനിക്കും നീതി ലഭിക്കില്ല, എന്റെ കുട്ടികൾക്കും നീതി ലഭിക്കില്ല. ഇനി എന്റെ കുട്ടികൾ എന്ന് പറയുന്ന ആരാണ്? ഞാനും എന്റെ കുടുംബവും എന്റെ കുട്ടികളുമല്ല, ലോകത്തിലുള്ള എല്ലാ കുട്ടികളും. ഏത് രാജ്യമായാലും, അത് ഏത് രാജ്യമായാലും. നിങ്ങൾക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഹിറ്റ്ലർ ഭരിച്ചില്ലേ? ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസത്തിന് തുടക്കം കുറിച്ച ലെനിനിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത സ്റ്റാലിൻ ഭരിച്ചില്ലേ? ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. 3 മുതൽ 50 ലക്ഷം പേരെ കൊന്നൊടുക്കിയ, വളരെ ടെക്നിക്കലായിട്ട് കൊന്നൊടുക്കിയ ചെറിയ രാജ്യങ്ങളിലെ ആൾക്കാർ ഭരിച്ചില്ലേ? ഇനി ഇതൊന്നും വേണ്ട, റോമാ സാമ്രാജ്യം ഭരിച്ചില്ലേ? റോമാ സാമ്രാജ്യം ലോകം കീഴടക്കി ഇന്ന് കൾച്ചറിന്റെ മടിത്തട്ടില് ലോകത്തിന് കൾച്ചർ ഒരുക്കി കൊടുത്ത റോമാ സാമ്രാജ്യം തകർത്തില്ലേ? ആര് തച്ച് തകർത്ത? ഒരു തച്ചൻ തച്ച് തകർത്തു, ജീസസ് ക്രൈസ്റ്റ്. അയാളിപ്പോ ദൈവമാണ്. ഞാൻ അങ്ങനെ പറയാം. അദ്ദേഹം അല്ലെങ്കിൽ അയാൾ ദൈവമാണ്. അയാൾ ഒരു വെറും മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഇന്ന് നിങ്ങൾ എന്ത് പറ്റി? ലോകം മുഴുവൻ അദ്ദേഹത്തെ ദൈവമെന്ന് ആരാധിക്കുന്നു. ഇനിയും കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ അറിയോ? മിനിമം ശ്രീകൃഷ്ണനെ അറിയോ? ശ്രീകൃഷ്ണൻ, നിങ്ങൾ ആലോചിക്കണം, മദ്യത്തിൽ നിന്ന് ജനിച്ചത് എവിടെയെന്നൊന്നും ഞാനിനി പറഞ്ഞ അത്തരം കഥകളൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. ഒരു മദ്യത്തിൽ നിന്ന് ഒരു ജനതയുടെ ഒരു കയറിക്കിടക്കാൻ ഒരു പാർപ്പിടത്തിന് വേണ്ടി അതിൽ നിന്ന് ആ ജനത ഉയർന്നു വരാൻ കരുതി എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ശ്രമിച്ച ഒരു ജനതയ്ക്ക് കാൽ കുത്താൻ മണ്ണിൽ ഇടം നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ 100 പ്രാവശ്യം ആവശ്യപ്പെട്ടു, എനിക്കൊരു രാജ്യം വേണ്ട, ഒന്നും വേണ്ട. അത് അദ്ദേഹത്തിനല്ല. എന്റെ കീഴിൽ ഒരു ജനതയുണ്ട്, അവർക്കും കയറിക്കിടക്കണ്ടേ? എനിക്ക് മാത്രം കയറിക്കിടന്നാൽ മതിയോ? എനിക്ക് മാത്രം കാര്യങ്ങൾ നീക്കിയാൽ മതിയല്ലോ? എന്റതും എന്റെ ചുറ്റുപെട്ടൽ നിൽക്കുന്ന ക്രിമിനലുകൾ മാത്രം സൂചിച്ചാൽ മതിയോ? ജീവിച്ചാൽ മതിയോ? ഇല്ല. മറ്റിടത്തും ഒരു ജനതയുണ്ട്. ആ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ ഞാൻ കാലുകുത്താനെങ്ങും ഒരു ഇടം പോലും നിന്റെ ജനതയ്ക്കും നിനക്കും നൽകില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതല്ലേ എന്റെ സോദര കുരുക്ഷേത്ര യുദ്ധം. ആ കുരുക്ഷേത്ര യുദ്ധം ചെന്ന് നിന്നത് എന്തെന്ന് ഭാരതത്തിലെ എത്ര ഹിന്ദുക്കൾക്കറിയാം. ഇനി അതറിയണമെന്നുമില്ല. പക്ഷെ നിയമങ്ങൾ കൈയാളുന്ന എത്ര മേലാളന്മാർക്കറിയാം ആ കുരുക്ഷേത്ര യുദ്ധം ചെന്ന് നിന്ന ഭൂമി എത്ര പേര് ബാക്കി ജീവിച്ചു. അന്നത്തെ കണക്കിൽ 45 ലക്ഷം ജനതയെ കൊന്നൊടുക്കിയിട്ട് അവസാനം വിരലിൽ എണ്ണാവുന്നവർ മാത്രം ജീവിച്ച് മരിച്ചു പോയ ലോകം. കൗരവരും ജയിച്ചില്ല, പാണ്ഡവരും ജയിച്ചില്ല, പിന്നലെ വിരലിലെണ്ണാവുന്ന കുറച്ചു പേര് ജനിച്ചു. തോറ്റത് ജനം മാത്രം. അതിനെ കൊട്ടിഘോഷിക്കുന്നത് അവിടെ എന്തിനാണ്? നീതിക്ക് വേണ്ടി.
അടിസ്ഥാനപരമായിട്ട് എനിക്കൊരിടത്ത് ജീവിക്കാൻ അധികാരമുണ്ടെങ്കിൽ എൻ്റെ സഹജനങ്ങൾക്കും ജീവിക്കാൻ അനുമതിയുണ്ട്. അത് പ്രകൃതി നിയമമാണ്. പ്രകൃതിയെ ഹണ്ണിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറഞ്ഞു, ശ്രീകൃഷ്ണന്മാർ ഏത് രൂപത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. അത് സി ജെ പി ആയിട്ടും വരും, അത് ഈ പറഞ്ഞ പോലെ അഭിഷേക് ദീപ്തിയായിട്ട് വരും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ട് വരും. ഇത് എങ്ങനെ നിങ്ങള് പ്രിയ പ്രേക്ഷകരെ, ഇനി പ്രത്യേകിച്ച് ഭാരതത്തില് ഇന്ത്യയിൽ കൈയാളുന്ന നിങ്ങളെല്ലാവരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. എനിക്കിങ്ങനെയല്ല, ഒന്നിലും താല്പര്യമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് കൈയടക്കിയാൽ കുരുക്ഷേത്രം എപ്പോഴും ഓർമ്മിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ കയ്യാളി എല്ലാവരുടെയും ജീവിതത്തെ എന്റെ അണ്ടറിൽ കയ്യാളി വെക്കുകയും കുറച്ചു പേർക്ക് മാത്രം ജീവിച്ചാൽ മതി, മറ്റുള്ളവരെല്ലാം ഞാൻ പറയുന്ന രീതിയിൽ നടക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കൃഷ്ണന്മാരുണ്ടാവും. പിടിച്ചടക്കലുകൾ ഒന്നിനും പരിഹാരമല്ല. അധികാരം കയ്യിൽ കിട്ടുമ്പോൾ പിന്നെ നാം എന്തോ എന്ന് ധരിക്കുന്നതും ഒന്നിനും പരിഹാരമല്ല. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലെ അത്യാവശ്യം ഗീത വായിച്ചവരെ, രാമായണം വായിച്ചവരെ, ഭഗവത്ഗീത നന്നായിട്ട് സ്റ്റഡി ചെയ്തവരെ, മഹാഭാരതം ഒന്ന് തിരിച്ച് പഠിച്ച് ഒന്ന് ഗീതയിലോട്ടെത്തി കൃഷ്ണൻ എന്തെന്നറിഞ്ഞവരെ കേൾക്കൂ. നിങ്ങൾ അപകടം നിങ്ങളെ മുന്നിൽ വരുമെന്ന് കാലം എത്രയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ പുനർജനിക്കുമെന്ന് ആരും കാണണ്ട, ശ്രീകൃഷ്ണനൊപ്പം ക്രിസ്തു പുനർജനിക്കുമെന്ന് ആരും കാണണ്ട, മുഹമ്മദ് നബി പുനർജനിക്കുമെന്ന് നിങ്ങൾ ആരും കാണണ്ട. ഒരു ദൈവന്മാരും ഒരു ദേവികളും ഇനി സൃഷ്ടിക്കപ്പെടില്ല. പക്ഷെ അവിടെ രൂപങ്ങളുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളും ആരാധിക്കുന്ന രൂപങ്ങളല്ല, അവരുടെ പുനർസൃഷ്ടി ഉണ്ടാവും. ഇതാണ് യൂണിവേഴ്സ്. മാറ്റി വച്ചിട്ട് പോകുന്നത്. നിങ്ങൾ ഒരാളെ എത്ര കാലം അടിമയായിട്ട് ഭരിക്കുമോ അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ദേവദൂതൻ പ്രത്യക്ഷപ്പെടും. ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് അഭിജിത്ത് ദീപ്കയുടെ രൂപത്തിൽ, സോദം വാങ്ചുക്കിന്റെ രൂപത്തിൽ. പിന്നെയോ കൃഷ്ണന്റെ പിന്നിൽ അണിനിരന്നത് പോലെ. ഭാരതത്തിലുള്ളവർ ഓർമ്മിച്ച് പറയാണ്, ക്രിസ്തുവിന്റെ പിന്നിൽ പിൽക്കാലത്തിൽ അണിനിരന്നു കൊണ്ടിരിക്കുന്നത് പോലെ, ഇനി മുഹമ്മദിന്റെ മുന്നിൽ അണിനിരന്നു കൊണ്ടിരിക്കുന്നത് പോലെ. പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, 10% വരെ എല്ലായിടത്തിലും തീവ്രവാദികളുണ്ട്. ഇങ്ങനെ ഉള്ള അണികൾക്കിടയിൽ നിന്ന് ഒരു പുതിയ ആൾ സൃഷ്ടിക്കപ്പെടും. ശ്രീബുദ്ധന്റെ അണിയിൽ നിന്ന്, വിശ്വാസിയുടെ അല്ല അവിശ്വാസിയുടെ അണിയിൽ നിന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പ്രകൃതിയിലോട്ട് നിങ്ങളെ കൊണ്ടു ചെല്ലുകയാണ്. ഒന്ന് സൃഷ്ടിക്കപ്പെടും. അവനെ പണം കൊണ്ട്, അധികാരം കൊണ്ട്, സ്വേച്ഛാധിപത്യം കൊണ്ട് നിങ്ങൾക്ക് തകർക്കാനാകില്ല. അവൻ അവതരിക്കും. ഓരോ രൂപത്തിലും മാറി മാറി. ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു തമാശ നിങ്ങളടുത്ത് പറയട്ടെ. ദശാവതാരം കയ്യാളുന്ന ആരാണ്? ഇവിടുത്തെ ക്രിസ്ത്യൻസ് ആണോ? ഇവിടുത്തെ മുസ്ലിംസ് ആണോ? എന്ത് പറയണത്? ബുദ്ധമതമാണോ? ജൈനമതമാണോ? പാഴ്സിയാണോ? ഇത് കൈയാളുന്നത് ഹിന്ദു മതമല്ലേ? ഹിന്ദു മതത്തിലുള്ളവർക്ക് ഇത് അറിയില്ലേ? അടിച്ചമർത്തപ്പെട്ടാൽ, അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ, നിരന്തരം തെറ്റുകൾ ചെയ്യപ്പെട്ടാൽ അവതാരങ്ങൾ ഉണ്ടാവുമെന്ന്. ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന കൽക്കി അവതാരമല്ലേ? 9 അവതാരങ്ങൾ കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന കൽക്കി അവതാരമല്ലേ? കൽക്കി അവതാരം സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്യാൻ അവസരം കൊടുത്താരാണ്? കൽക്കി അവതാരം ഏഷ്യയിൽ നിന്നാൽ മതി. അങ്ങ് യൂറോപ്പ് യൂണിയനിൽ പോയി ഉണ്ടാക്കണ്ട. അവിടെ പുതിയ അവതാരം വരും. കാരണം അവിടെയാണല്ലോ യൂറോപ്പും നമ്മുടെ ഇറാനും ഇറാഖുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇറാൻ, ഇറാഖ്, കുവൈറ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിന്റെ താഴ്വരകൾ നിൽക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇറാൻ, ഇറാഖിന്റെയൊക്കെ ഇൻസൈഡിലോട്ട്, ഗൾഫ് രാജ്യങ്ങളിലെ ഇൻസൈഡിൽ മുഹമ്മദ് നബി ഇരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടൊക്കെ പുതിയ അവതാരങ്ങൾ വരും. ഭാരതത്തില് ഇങ്ങനെ അവതാരങ്ങൾ വരും. പുതിയ കൃഷ്ണൻ അവതരിക്കും, പുതിയ രാമൻ വരും. ഒന്ന് ചിന്തിക്കൂ പ്രിയ എന്റെ
വല്ലാതെ മതം വെറിയുണ്ട, ജാതി വെറിയുണ്ട, നമ്മളൊക്കെ പ്രൗഡ് ഓഫ് ഫുള്ളാണ്, നമ്മളൊക്കെ വലിയ എന്തോ ഇതൊക്കെയാണെന്നൊക്കെ ചിന്തിച്ച അധികാരത്തിൽ കൈയാളിയാൽ ചെന്നെത്തപ്പെടുന്നതെല്ലാം പുതിയ അവതാരങ്ങളുടെ മുൻപിലായിരിക്കും. കൽക്കി അവതാരം സ്റ്റാർട്ട് ചെയ്തു, ഭാരതത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാനിനി ഭാരതം എന്നേ പറയൂ. ഇനി ഇന്ന് പോലും ഭാരതം എന്ന് പറയാം. ഞാൻ ഇന്ത്യ എന്നൊക്കെ ചേർക്കാറുണ്ട് നന്നായിട്ട് എൻ്റെ വീഡിയോയിൽ. ഭാരതം എന്ന് പറയാം. കൽക്കി അവതാരം സ്റ്റാർട്ട് ചെയ്തു. ഏത് രൂപത്തില്? അഭിഷിക് ഗുപ്തയുടെ രൂപത്തിൽ എവിടെന്നോ വന്ന് ഇവിടെ ഇറങ്ങി. എന്നിട്ട് ചെന്നെത്തിയതോ യുവതലമുറ. പങ്കെടുത്തവരാരൊക്കെയാണ് ഈ ഇതില്? ഇപ്പോ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? നല്ല അന്തസ്സായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് 100 പേര് പങ്കെടുത്താൽ 90 പേർക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്ത യുവ ജനതയാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഇതാണ് കൃഷ്ണ അവതാരം എന്ന് പറയുന്നത്, ഇതാണ് ശ്രീരാമ അവതാരം എന്ന് പറയുന്നത്, ഇതാണ് ഭാരതത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത്. ഇനി അത് യൂറോപ്പിൽ പോയാൽ ഞാൻ പറഞ്ഞില്ല, അതങ്ങനെ പറയും. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ പറയും. ഇങ്ങനെ നമ്മളിങ്ങനെ കറക്കി അടിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള അവതാരങ്ങളും ഉണ്ടാകും. ഏത് രൂപത്തിലെന്ന് തിരിച്ചറിയാൻ പാടാണ്. കാരണം എന്ത് പറയണമെന്ന് കാര്യം എന്താണ്? നിങ്ങളൊക്കെ മതത്തിൽ അഡിക്റ്റ് ചെയ്തിരിക്കുന്നവരാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ പ്രകൃതിയിൽ അഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിളഞ്ഞുണ്ടല്ലോ, ഞാൻ കൂടുതൽ വിളഞ്ഞ എന്നെ ഒതുക്കാൻ 100,000 പേര് ഇവിടെ ഉണ്ടാവും. വിളയരുത്, ജനത്തിന് ഉപദ്രവിച്ചല്ല വിളയേണ്ടത്. വിളകൾ ഇടേണ്ടത് ജനത്തിന് ഉപദ്രവിക്കാനല്ല, എന്റെ സ്വേച്ഛാധിപത്യത്തിനല്ല, എന്റെ ഇഷ്ടത്തിനല്ല. ഞാൻ അതാ പറയണേ, എന്റെ ഇഷ്ടത്തിനല്ല. എനിക്കൊരു അധികാരം ജനം വോട്ട് ചെയ്ത് തന്നാൽ, ഇനി അല്ലാതെ ഒരു സമൂഹം ഒരുമിച്ച് എന്നെ എടുത്ത് ഒരു രാജാവായിട്ടിരുത്തിയാൽ എന്റെ തോന്നിയാസങ്ങളുടെ ഒരു ഇരിപ്പിടമായി മാറരുത് രാജസിംഹാസനങ്ങൾ. പഴയ കാലത്തിൽ രാജസിംഹാസനങ്ങളെ രാജകീയതയും ചോദ്യം ചെയ്താണ് ഇവരൊക്കെ ലോകം കീഴടക്കിയത്. ഇപ്പോഴോ അതും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രധാനമന്ത്രി ആയാലും ഇപ്പൊ രാജാവായി, പ്രസിഡന്റ് ആയാലും രാജാവായി. എല്ലാ രാജ്യത്തും നിരന്തരമായി അധികാരത്തിരിക്കുന്ന എല്ലാവരും ഉണ്ടാവുന്ന ഭ്രഷ്ടുകളാണ് ഇതൊക്കെ. അങ്ങനെ ഭ്രഷ്ട് ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? പുതിയ കൃഷ്ണന്മാർ വരും, പുതിയ രാമൻ വരും. ഞാനിതേ പറയുള്ളൂ. ഭാരതത്തെ ബേസ് ചെയ്ത് ഞാനേ പറയുള്ളൂ. പുതിയ കൃഷ്ണൻ വരും, പുതിയ രാമൻ വരും. ഇതിനേക്കാൾ ഉപരി ഞാൻ ഒരു കാര്യം കൂടെ പ്രിയ പ്രേക്ഷകരെ ഓർമ്മിക്കുന്നത്, പുതിയ 100 കണക്കിന് മൂർത്തിമാര് വരും. പുതിയ പാർവതിയുടെ അവതാരം വരും, കാളി അവതാരങ്ങൾ കഴിഞ്ഞില്ല. ഇനി പുതിയ കറുപ്പന്മാര് വരും. ഇനി പുതിയ എന്ത് പറയണത്, അടുത്ത കാലത്ത് കണ്ട കാന്താര പോലുള്ള അവതാരങ്ങൾ വരും. ഇതൊക്കെ ഏത് രൂപത്തിൽ വരുമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ പ്രിന്റ് ചെയ്യണ രൂപത്തിലൊന്നുമില്ല. അതാണ് പ്രകൃതി. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ പ്രകൃതി ഒരു അനന്ത ലെവലാണ്. പ്രകൃതി എന്ന് പറയുന്നത് ഏതോ ഒരു നമുക്കൊന്നും ചിന്തിക്കാവുന്നതിന് ഒരു നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അപ്പുറമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ റോങ് ആയിരിക്കും. പക്ഷേ പ്രകൃതി ഒരു നിയമമുണ്ട്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തി എല്ലാവർക്കും വേണ്ടത് അവരൊരു അഭിപ്രായം പറയെല്ലാം ചെയ്യുക. അതിന് വേണ്ട ഒരു ഓപ്പൺ സാഹചര്യം ഒരുക്കി കൊടുത്ത് പ്രകൃതിക്കൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ഭരണാധികാരികൾക്ക് ഇത്തരം ദയനീയത വരില്ല, ഇത്തരം തരികിട വരില്ല, ഇത്രയും എത്ര പിടിച്ചു വെച്ചാലും അവസാനം തോറ്റു തുന്നം പാടേണ്ടി വരില്ല. പകരം നിങ്ങൾക്ക് രാജിവെച്ചിറങ്ങി പോവാം അന്തസ്സായിട്ട്. അത് എങ്ങനെ? എന്റെ പേഴ്സണൽ, എന്റെ ഫാമിലി, എനിക്ക് കുറെ മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു, അങ്ങനെയൊന്നും പറയേണ്ടി വരില്ല. അന്തസ്സായിട്ട് പറയും, ഞാൻ ഒരു വിഷയം ചെയ്ത് ഞാനൊരു മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അതിന്റെ റെസ്പോൺസ് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് എന്റെ കീഴിൽ വന്ന എന്റെ ഗവൺമെന്റ് ജീവനക്കാര് അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്ത് പറയണേ, ഈ മിനിസ്റ്റർ ഇപ്പൊ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ഈ ചോദ്യ പേപ്പറുകളെല്ലാം കൈകാര്യം ചെയ്തത് ആരാണ്? അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് ജീവനക്കാരും ഇല്ലേ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന അല്ലേ? അതിന്റെ ഫാൾട്ട് ഏറ്റു കൊടുത്തുകൊണ്ട് അന്തസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയും, അന്വേഷണം വരട്ടെ, ഞാൻ രാജിവെച്ചോളാം. എനിക്കൊരു ഗുരു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ രാജിവെച്ച് മാറിയിരിക്കും. ജനം അന്വേഷിക്കട്ട്, അന്വേഷിച്ചിട്ട് ജനം പറയുന്ന അനുസരിച്ച് അന്വേഷിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അതിന് കറക്ഷൻസ് വരട്ട്. ഞാൻ തെറ്റുകാരല്ലെങ്കിൽ ഞാൻ തിരിച്ച് ആ പോസ്റ്റ് വരും, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പോസ്റ്റ് വരും. അല്ലെങ്കിൽ എന്നെ പിടിച്ച് വിദേശത്തൊരു രാജ്യത്തൊരു കമ്പനി ഒരു വലിയൊരു ടോപ്പിലിരുത്തും. ഞാൻ ചെറ്റത്തരം കാണിച്ച എന്റെ ഇഷ്ടത്തിന് ഞാൻ പലതും എന്റെ പിന്നിലിരിക്കുന്നവരെ ചെയ്യിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ചെന്നെത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണന്മാരുടെയും
ശ്രീരാമന്മാരുടെ അവതാരങ്ങളാണ്. ഇത് ശ്രീരാമന്റെ ഭൂമിയാണ് ഭാരതം. ഇത് കൃഷ്ണന്റെ ഭൂമിയാണ് ഭാരതം സുഹൃത്തെ. 3500 5000 കാലഘട്ടത്തിൽ കൃഷ്ണനെ തോൽപ്പിക്കാൻ ഇവിടെ ഒരാൾക്കും പറ്റിയിട്ടില്ല. ആ ഭൂമിയാണ് കൃഷ്ണൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നത് പല രൂപത്തിൽ. ഇന്ന് അഭിജിത്ത് ദീപ്കയാണെങ്കിൽ നാളെ വേറെ ഒന്ന്, ഞാൻ മരിച്ചു വേറെ ഒന്ന്, മാറ്റൊന്ന് വേറെ ഒന്ന് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കളിക്കണ്ട കേട്ടോ, ആരും കളിക്കണ്ട. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണ്ട. ഇന്നത്തെ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ രാജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളും ക്രെഡിറ്റ് എടുക്കണ്ട. കാരണം എല്ലാവരും അവസരവാദികളാണ്. ആ അവസരവാദികളെ ഞാൻ പറയാം. കോൺഗ്രസ് ഒരു കാലത്ത് എന്തായിരുന്നു, പിന്നെ എന്തായി? അവർക്ക് രാജ്യസ്നേഹമൊക്കെ മാറി. ടെക്നിക്കലായിട്ട് അവരും ഇച്ചിരി ഹിന്ദു സ്നേഹം പറഞ്ഞു, ഇച്ചിരി മതസ്നേഹം പറഞ്ഞു, മതലാളലകൾ പറഞ്ഞു. അങ്ങനെ അവർ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കി, അങ്ങനെ വോട്ട് ബാങ്ക് ആക്കാൻ നോക്കി. എന്നിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഇനി വേറൊരു തമാശ പറയട്ടെ, അതൊരു ഭയങ്കര കോമഡിയാണ്. ഞാനത് തുറന്നു പറയണേ, എന്റെ നല്ല പ്രായത്തില് ആദ്യം ഞാൻ പ്രവർത്തിച്ച ഒരു പാർട്ടി എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ്. എന്റെ കൊച്ചു പ്രായം, അറിവില്ലായ്മ. ആ ടൈം കഴിഞ്ഞിട്ട് എനിക്ക് ആകർഷിച്ച ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. ഇച്ചിരി ലോങ് ടൈം പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് അന്നത്തെ, എനിക്കിപ്പോ 51 വയസ്സായി, അന്ന് എനിക്ക് 20-21 വയസ്സ് പ്രായഘട്ടത്തില് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതാണ് പറഞ്ഞത്, കോൺഗ്രസിന് ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു. കാരണം ഞാൻ പറഞ്ഞാണ്, യുവതലമുറയെ കേൾക്കൂ, യുവതലമുറയെ പറയുന്നത് ശ്രദ്ധിക്കൂ, എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ മുകളിലോട്ട് റിപ്പോർട്ട് കൊടുക്കൂ. മുകളിൽ നിന്ന് യുവതലമുറയ്ക്ക് എന്താണ് ആഗ്രഹമെന്ന് പറഞ്ഞു കൊടുക്കൂ. അതിനെ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കൂ. ഇല്ലെങ്കിൽ കമ്മ്യൂണിസം ഭാരതത്തിൽ തകരും, ലോകത്ത് തകരും. അന്ന് എനിക്ക് വയസ്സ് വെറും 18. കേട്ടില്ല, എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലിട്ട് എല്ലാവരും അവഹേളിച്ചു. ഞാൻ ലജ്ജാകുലനായി, എനിക്കൊരു സപ്പോർട്ട് പോലും ഇല്ല. ഞാൻ അന്ന് അവിടെ വിട്ടതിന് ശേഷം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിന്റെ ഏതെങ്കിലും നെറുകയിലിപ്പോ ഉണ്ടോ? കേരളത്തിലുണ്ടോ? ഞാൻ പറഞ്ഞു തട്ടി തകർന്ന് ഇന്ത്യയിൽ തകരാം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. പാർലമെന്റിലൊക്കെ സീറ്റുണ്ട്. സീറ്റെന്നല്ല, ഇന്ത്യയെ കൈയടക്കാൻ പറ്റുന്ന സീറ്റുണ്ട്. ഞാൻ പറഞ്ഞു തകരും. ഞാൻ അന്ന് അവരുടെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലിരുന്ന് ഞാൻ പറഞ്ഞു തകരും. യുവതലമുറയെ നിങ്ങൾ കേൾക്കുന്നില്ല, യുവതലമുറയുടെ ആവശ്യം അറിയുന്നില്ല, ഭാവി ഇന്ത്യയെ അറിയുന്നില്ല, ഭാവി ഭാരതത്തെ അറിയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയണേ. എന്നെ എതിർക്കാൻ കഴിവുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ വരാനാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും താഴെ ഡിവിഷനിലുള്ള ഓഫീസിൽ ഇരുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിലെ പ്രധാന അന്നത്തെ നേതാക്കന്മാരെടുത്ത് വിളിച്ചാണ്. ചെലവന്മാരൊന്നും ജീവിച്ചിരിപ്പില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? സ്റ്റേജ് 1 കോൺഗ്രസ് പാർട്ടിയുടെ ബേസ് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞു, ഇനി തേർഡ് പാർട്ടി. ഞാൻ ഇവിടെ നിന്ന് മഹാരാഷ്ട്രയിലെത്തുകയാണ്. മഹാരാഷ്ട്രയിലെത്തപ്പോൾ അവിടെ എനിക്ക് ഞാൻ ശിവസേനയും അവിടത്തെ അന്ന് ശിവസേന, പിന്നെ RSS, ഇവരോട്ടൊക്കെ എനിക്ക് സുഹൃത്തുക്കളുണ്ടായി. സുഹൃത്തുക്കൾ എനിക്ക് ഇന്നും എല്ലായിടത്തും ഉണ്ട്. നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലായിടത്തും ഉണ്ട്. ഇവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു. ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ വെച്ച് ഞാൻ അവരായിട്ട് ഷെയർ ചെയ്യുന്നു. എന്നെ എല്ലാവരും വിലക്ക്. ഞാൻ ആ പർട്ടിക്കുലർ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ രാത്രി എല്ലാ വർക്കും കഴിഞ്ഞിട്ട് രാത്രി 8-9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ പരിപാടിയുണ്ട്. ഞാൻ വണ്ടിയെടുത്ത് അവിടുത്തെ കോളനികളിലൊക്കെ പോകും. പിന്നെ അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ഉണ്ടെങ്കിൽ പകൽ ഞാൻ വണ്ടിയെടുത്ത് അവിടുത്തെ കോളനികൾ എന്നെല്ലാവരും പറഞ്ഞു, അവിടെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ നാട് പോലെ ഒരു പഞ്ചായത്ത് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകും. എനിക്ക് ധാരാളം വിലക്കൊക്കെ വന്നിട്ടുണ്ട്. ധാരാളം എല്ലാവരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ കേൾക്കാറേ ഇല്ല. പോയി അവരോട്ടൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് വരും ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അവരോട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോരും. ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഈ പറയുന്ന എൻ്റെ RSS പ്രവർത്തകർക്കും ഈ പറയുന്ന അവിടുത്തെ അന്നത്തെ ശിവസേന പ്രവർത്തകർക്കൊക്കെ ഞാൻ പറഞ്ഞു, അവരെത്രയോ ദയനീയതയിലാണ് കിടക്കുന്നത്. നിങ്ങൾ അതിലൊരു മാറ്റം കണ്ടെത്താനല്ലേ ശ്രമിക്കേണ്ടത്. നിങ്ങൾ എത്രയോ നന്നായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അവർ അതിനെ 2 ഭാഗമായിട്ടാണ് സംസാരിച്ചത്. അത് സംസാരിച്ചവരുടെ കുറ്റമല്ല, അവർക്ക് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ്ങിന്റെ കുറ്റം കൊണ്ട് അവർ സംസാരിച്ചാണ്. കാരണം സംസാരിച്ചെല്ലാം ചെറുപ്പക്കാരാണ്. ഇതിൽ 4-5 ചെറുപ്പക്കാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഈ 4-5 ഇത് ഞാൻ പറയുന്ന ശിവസേനയിലെ RSSലെയും പ്രവർത്തകർ, അന്നത്തെ പ്രവർത്തകർ പറഞ്ഞതാണ്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ചേട്ടാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യണമെന്നുമുണ്ട്. പക്ഷെ അപ്പൊ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ജാതി പറഞ്ഞ് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ആഭാസതരം ആലോചിക്കുക. ആ കുട്ടികൾക്ക് പോലും, അവര് കുട്ടി എന്നെക്കാളും എങ്ങാണ് അവര്. അതുകൊണ്ടല്ലേ എനിക്ക് ഷെയർ ചെയ്യാൻ അന്ന് പറ്റിയത്.
അങ്ങനെ വേർതിരിച്ച് വളർത്തിയ ഒരു ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നോക്കണം, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയത്. എന്തുമാത്രമുണ്ട്. ഈ സ്വാതന്ത്ര്യം വാങ്ങിയത് ഇതേ അവസ്ഥയിലല്ലേ. അന്നത്തെ ചെറുപ്പക്കാരെല്ലാം കൂടെ, അന്നത്തെ ഗാന്ധിജി ചെറുപ്പക്കാരനല്ലേ, ജവഹർലാൽ നെഹ്റു ചെറുപ്പക്കാരനല്ലേ, ഡോക്ടർ ഹെഡ്കെ ചെറുപ്പക്കാരനല്ലേ, ഇനി അമർ സിംഗ് ചെറുപ്പക്കാരനല്ലേ, ഇനി ചെറുപ്പക്കാരില്ലാത്ത ആരുണ്ടെന്ന്? ഭഗത് സിംഗ് ചെറുപ്പക്കാരനല്ലേ, സുഭാഷ് ചന്ദ്രബോസ് ചെറുപ്പക്കാരനല്ലേ, ഗാന്ധി ചെറുപ്പക്കാരനായിരുന്നില്ലേ? വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു. അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ചെറുപ്പക്കാരായിരുന്നില്ലേ? ഇന്നൊരു വലിയ പ്രതിമയുണ്ടാക്കിയ ഒരു മനുഷ്യനെ വെച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹവും ചെറുപ്പക്കാരനായിരുന്നില്ലേ? അപ്പൊ ഈ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെയൊക്കെ വിലങ്ങുതടിയാക്കിക്കൊണ്ട് അതിനകത്ത് പലതും കടത്തിവിട്ട് അവർ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. ഞാനെന്താണ് പറയണേ, അതായത് എന്നെ സംബന്ധിച്ച ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് മുകളിൽ പഠിക്കുന്ന RSS ശിവസേന പ്രവർത്തകരോട്ടൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. കാരണം എനിക്ക് അവിടെ ആ കോണ്ടാക്റ്റാണ് കിട്ടിയത്. അവരടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇനി എനിക്ക് പറയാം, ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണടക്കി. ഇത്തരം രീതിയിൽ കയ്യാളി വിട്ടുകൊണ്ട് ഭാരതത്തിനെ, ഇന്നത്തെ നിങ്ങളുടെ ഭാരതത്തിനെ, എന്റെ ഭാരതത്തിനെ ഇങ്ങനെ ഈ സ്റ്റേജിൽ എത്തിച്ചാൽ എന്തായിരിക്കും ഫലം? പുതിയ തലമുറ അടിക്കും തിരിച്ചു. അന്നാ തലമുറ പറഞ്ഞ കാര്യം ഞാൻ ഷെയർ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇരുന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഷെയർ ചെയ്തു. കോൺഗ്രസിൽ ഞാൻ പോയപ്പോഴും ഉള്ള കാര്യം ഷെയർ ചെയ്തു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ശിവസേനയും RSSനെയും കണ്ട കാലഘട്ടത്തിലും ഞാൻ ഷെയർ ചെയ്തു. ഞാൻ നല്ല അന്തസ് അയ്യപ്പന്റെയും ക്ഷേത്രങ്ങളുടെയും ഡ്രാമ അഭിനയിക്കാൻ തന്നെയാണ് ഞാൻ മുംബൈയിലെത്തിയത്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെ ട്രോളാൻ പരിപാടി ഉണ്ടെങ്കിൽ ഇച്ചിരി കയ്യിൽ വെച്ചോളൂ. കാരണം അവിടെ രാമന്റെ കഥ പറയാനും അയ്യപ്പന്റെ കഥ പറയാനും ഒപ്പം തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാനും ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് നമ്മുടെ സംസ്കാരമായിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ട് നിൽക്കാനുമാണ് ആ കഥ. ഞാൻ അവിടെയൊക്കെ വന്നത്. ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയാണ്. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് മിണ്ടാതെ ഇവിടെ ഇരുന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ ആരും എന്നെ ട്രോളണ്ട. എന്നെ നിങ്ങൾ അന്ന് വേറെ ഒന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പിടിക്കുകയും വേണ്ട. ആ കാര്യത്തിൽ എനിക്ക് നല്ല വെൽക്കം തന്നെയാണ് മുമ്പേ തന്നത്. അവിടെ ഇതിൽ ഞാൻ പറയണു, ഈ പറയുന്ന ശിവസേനയായാലും ഈ പറയുന്ന RSS പ്രവർത്തകരായാലും അവിടുത്തെ മറ്റാൾക്കാരായാലും ക്രിസ്ത്യൻസ് ആയാലും മറ്റ് ആൾക്കാരായാലും അവിടുത്തെ എനിക്ക് നല്ല അങ്ങനെ തന്നെയാണ് വെൽക്കം തന്നത്. ചർച്ചകൾ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ പലരുമായിട്ട് ഇതൊരു കോമൺ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയ സുഹൃത്തുക്കളെ പറയുന്നു, CJP പാർട്ടി നയിച്ച ഈ വിജയം ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്കാരനും അവകാശപ്പെട്ടിട്ടില്ല. 65 വർഷം ഭരിച്ച കോൺഗ്രസിന് അവകാശമില്ല, രാഹുൽ ഗാന്ധിക്കും അവകാശമില്ല. വേണ്ട, രാഹുൽ ഗാന്ധി ആ പരിപാടി കയ്യിൽ വെച്ചാൽ മതി. ഇപ്പോഴല്ലേ നിങ്ങൾ എഫോർട്ട് എടുത്തത്? കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായപ്പോൾ എന്തേ ലേറ്റ്? ശരി, താന്നിരുന്നു, നിങ്ങളൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ വന്നെന്ന് വയ്ക്കാം. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇനി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇപ്പൊ പറയാനേ നിവർത്തിയില്ലാത്ത അവസ്ഥയായി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ എന്താണ് അവസ്ഥ? എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? എന്നിട്ട് നിങ്ങൾ എത്ര പേര് അന്തസ്സായിട്ട് ഇത് ട്വീറ്റ് ചെയ്ത്, എത്ര പേര് അന്തസ്സായിട്ട് ഇതിനെ പ്രതിരോധിച്ച്? എന്തേ നിങ്ങളെ കമ്മ്യൂണിസം ചത്തുപോയ? എന്നിട്ട് എന്റിൽ വന്നപ്പോ വലിയ പാട്ട് പാടി അങ്ങ് തള്ളണമല്ല പല രീതിയിലും. വേണ്ട, ഞാനിതെല്ലാം പറയണെന്ന് പറഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റെന്നോ, കോൺഗ്രസ് പാർട്ടി തെറ്റെന്നോ, BJP തെറ്റെന്നോ, RSS തെറ്റെന്നോ, മറ്റ് പാർട്ടികൾ തെറ്റെന്നോ അല്ല ഞാൻ പറയണത്. ഇനി ഇപ്പോ അവതരിച്ച TV തെറ്റെന്നോ അങ്ങനെ ഒന്നും ഞാൻ പറയണില്ല. കാരണം അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങള് സ്വച്ഛാധിപതികൾ ആയാൽ അവിടെ കൃഷ്ണൻ ജനിക്കും, അവിടെ ക്രിസ്തു ജനിക്കും, അവിടെ മുഹമ്മദ് നബി ജനിക്കും. ഇനി വിശ്വാസങ്ങളും ഒന്നും താല്പര്യമില്ലെങ്കിൽ പോലും അതിലും അങ്ങനെ ഒരാൾ ജനിക്കും. കാരണം ഇവരൊന്നും ജനിച്ചതൊക്കെ വിശ്വാസത്തിന്റെ പുറത്തല്ല. ക്രിസ്തു ജനിച്ചത് വിശ്വാസത്തിന്റെ പുറത്താണോ? കൃഷ്ണൻ ജനിച്ചത് വിശ്വാസത്തിന്റെ പുറത്താണോ? ശ്രീരാമൻ ജനിച്ചത് വിശ്വാസത്തിന്റെ പുറത്താണോ? ശ്രീബുദ്ധൻ ജനിച്ചത് വിശ്വാസത്തിന്റെ പുറത്താണോ? ആരാണ് നിങ്ങൾ ഈ ആരാധിക്കുന്ന ഏത് ദൈവങ്ങളാണ് വിശ്വാസത്തിന്റെ പുറത്ത് ജനിച്ചത്? അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും
അതിനെതിരെ ഒരു യുവജനതയ്ക്ക് വേണ്ടി പോരാടുകയും ആ പോരാട്ടം ലോകം കീഴടക്കുകയും നന്മയുടെ പ്രതീകമായി ആയപ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വേറെ രഹസ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അവരവതരിച്ചത് ഒരു മതത്തിനും വേണ്ടിയല്ല. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലൊന്നും ഞാൻ കിടക്കില്ല. ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് യുവതലമുറയിലൂടെ കയറി അങ്ങോട്ട് കളിക്കരുത്, വിളയാടരുത്. ഞാൻ അതേ പറയുള്ളൂ. എന്നോടെ വിളയാണ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. യുവതലമുറ അഡ്ജസ്റ്റ് ചെയ്യൂല. അത് നിങ്ങൾ എത്ര പിടിച്ചാലും ചരിത്രം മാറിയില്ലേ? എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ്, എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? പാലും വെണ്ണയും ഒഴിക്കാതെ ലോകരാജ്യങ്ങളിൽ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് 2 ചാൻസ് കൂടുതൽ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്ന ജനത വിഡ്ഢിയാണ്, കഴുതകളാണ്. കഴുതകളെന്ന് പറഞ്ഞാൽ മറ്റേ കഴുതയല്ല, ജീവിച്ചിരിക്കുന്ന കഴുതയല്ല. ആ കഴുതയ്ക്ക് തുല്യ ലോകത്തൊന്നുമില്ല. അവ അത്ര ദീർഘവിഷ്ണുണ്ട്. മരക്കഴുതകളാണ്. മരക്കഴുത നമ്മളൊരു കഴുത ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അല്ല, കഴുതകളെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബ്രില്യന്റ് മൃഗമാണ്. ലോകത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബ്രില്യന്റ് മൃഗമാണ്. ആ കഴുതയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വെറുതെ നമ്മൾ ഒരു ഇഷ്ടം കൊണ്ടൊരു കഴുതയെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് എങ്ങനെ ഇരിക്കും? അതിന് അനങ്ങാനും പറ്റൂല, ഒന്നിനും പറ്റൂല. അത്തരം കഴുതകളെ സൃഷ്ടിക്കുകയുള്ളൂ കാര്യങ്ങൾ. ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്നു, കയ്യാളാൻ പറ്റൂല, നടക്കില്ല. നിങ്ങള് ജാതി, മതം, വർഗം, വർണ്ണം, വിവേചനമൊക്കെ പറഞ്ഞ് ഒരു പരിധി വരെ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ വിശപ്പുണരും. നിങ്ങളെ വീട്ടിലെ ജീവിത ചെലവ് വർദ്ധിക്കും. ആ ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ തൊഴിൽ കൊണ്ടെത്തിക്കാൻ പറ്റൂ. തൊഴിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ എന്താണ് വിഷയം? മതം പറയണത് കേൾക്കണ ഒരാൾക്കും തൊഴിൽ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. കാരണം തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണതാണ്. അതൊരു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല, അതൊരു കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇവരൊക്കെ പല സപ്തകാപ്യങ്ങളും പറയും. അത് നമുക്ക് കേൾക്കാൻ വീട്ടിലിരുന്ന് ആരാധിക്കാം. പുതിയ ലോകത്ത്, പുതിയ ജീവിത സാഹചര്യത്തിൽ അന്നും ഇന്നും ഇതൊരു 3500 എടുത്താൽ 5000 വർഷം പിന്നിലെടുത്താലും മതി, സ്വേച്ഛാധിപതികൾക്കെതിരെയാണ് ഇവരെല്ലാം യുദ്ധം ചെയ്തത്. തൊഴിൽ വർദ്ധിക്കണമെങ്കിൽ നമുക്ക് വാങ്ങൽ, കൊടുക്കൽ, പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം. അത് എന്തിലാണോ ഉള്ളത് അത് നന്നായിട്ട് വൈഡാക്കണം. അപകടകരമായ വസ്തുക്കളെ കുറച്ച് കൺട്രോൾ ചെയ്യണം. കാരണം ബാക്കിയുള്ളത് മെഡിസിനാക്കി മാറ്റണം. ഇത്തരം രീതിയിൽ വൈഡ് തിങ്കോടെ ജീവിച്ചാൽ മാത്രമേ തൊഴിലുകൾ വർദ്ധിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഏതോ മതത്തിന്റെ പേരിൽ എല്ലാ റെസ്ട്രിക്ഷൻ ചെയ്യും. കിട്ടുന്ന രാജ്യത്ത് കിട്ടുന്ന ടാക്സ് ഒക്കെ എടുത്ത് കണ്ട മതം, അതേ എക്സാമ്പിൾ ക്ഷേത്രം, പള്ളി, മോസ്ക്, കണ്ടതൊക്കെ മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് കുറെ നമ്മൾ പണിത് വച്ചിട്ട് എന്താണ് ചെയ്യണത്? അതൊരു 10, 2000, 3000 വർഷം കഴിയുമ്പോൾ ക്ഷയിച്ചു പോകും. ഒരു ദൈവം ഒരിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു നെൽമണി പോലും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ വിശപ്പ് മാറ്റിയിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലടിച്ചിട്ടില്ല. ബില്ലടച്ചില്ലെങ്കിൽ ഇപ്പൊ വന്ന് കട്ട് ചെയ്തുകൊണ്ടു. നിങ്ങളുടെ വീട് ജപ്തി വരുമ്പോൾ ഒഴിവാക്കി പോയിട്ടില്ല. ഏതെങ്കിലും വീട് ജപ്തി ദൈവം വന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇനി ഇതൊന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും വീട് പ്രൊഡക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? ഇനി വേണ്ട. പ്രകൃതിയിൽ ഒരു കായെങ്കിലും ഈ ദൈവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അവരാശയങ്ങളാണ് പ്രദാനം ചെയ്തത്. ആ ആശയങ്ങളെ നിങ്ങൾ സ്വീകരിക്കാവൂ. അതിനപ്പുറം അത് ഭരണത്തിലോട്ട്, രാജ്യത്തിലെ യുവാക്കളുടെ ജീവിതത്തിലോട്ടൊന്നും നിങ്ങൾ കൈയാളരുത്. അങ്ങനെ കൈയാളാൻ സംഭവിച്ചാൽ ആ ഭരണാധികാരികളെല്ലാം കസേര വിട്ട് താഴെ ഇറങ്ങേണ്ടി വരും. ഇത്ര എനിക്ക് ഇനിയും ഓർമ്മിക്കാനുള്ളത്. ആരായാലും, അത് ഏവനായാലും ഏവളായാലും ഏത് കൊമ്പന്മാരായാലും, ലോകചരിത്രം, പ്രകൃതി നിയമം, ലോക ചരിത്രം പഠിക്കൂ. പ്രകൃതിക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്. പ്രകൃതി മാറ്റങ്ങളുടെയാണ്. സുനാമി ഉണ്ടാവും. സുനാമി ഉണ്ടാവണം. ഉണ്ടായാലേ റൊട്ടേഷൻ നടക്കൂ. ഭൂമി പിളരണം. ഭൂമിയുടെ പിളരിൽ നിന്ന് അകക്കാമ്പ് ഭേദിച്ചുകൊണ്ട് ലാർവ പുറത്തു വരണം. എങ്കിലേ റോക്ക് ഉണ്ടാവൂ. എങ്കിലേ പച്ചപ്പുണ്ടാവൂ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജനും എല്ലാം മാറി മാറി വരണം. കാരണം അങ്ങനെ വരണമെങ്കിൽ പ്രകൃതി ഉണ്ട്. എങ്കിലേ നിനക്കും എനിക്ക്, ഞാനും നീയൊക്കെ ജീവനോടെ നിലനിൽക്കൂ. എങ്കിലേ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവൂ. എന്താണ് പ്രൊഡക്ടിവിറ്റി? നമ്മൾ തിന്നുന്ന ഭക്ഷണം. അതെങ്ങനെ ഉണ്ടാവണം എന്നാണ്. ഇന്നലെ നിങ്ങളെ വീട്ടിലുണ്ടായ വാഴക്കൊല ദൈവം ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഇന്ന് വീട്ടിൽ കഴിച്ച് ഏതെങ്കിലും ഒരു അന്നം ദൈവം ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഈ പറയുന്ന ദൈവം, അത് പ്രകൃതി ഉണ്ടാക്കിയതാണ്. എൻ്റെ ഈ ഇരിക്കണ എല്ലാം
ഞാനും. അത് പ്രകൃതി സത്യമാണ്. ചിന്തിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഭ്രാന്ത് വരും. ആ ഭ്രാന്ത് കുറച്ചു കാലം നിന്ന് ജീവിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ പണിയിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി വെളിയിൽ ഇറക്കും, പിന്നെ ഇടിച്ചു കൊല്ലും. എത്ര എന്നെ അടിച്ചാലും അങ്ങ് സഹിച്ചിട്ട് ധൈര്യമായിട്ട് നിൽക്കും. അങ്ങനെയുള്ള യുവതലമുറയാണ്. പഴയ തലമുറ നമ്മളെപ്പോലെയുള്ള യുവതലമുറയൊന്നും അല്ല. കുറച്ചുകൂടെ വീൽ പവറുള്ള, കപ്പാസിറ്റി ഉള്ള. ഞാൻ അതാണ് ഈ അടുത്ത കാലത്തുള്ള എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞേ, യുവതലമുറ എന്നെക്കാലൊക്കെ എത്രയോ ബെറ്റർ. എന്നെക്കാലൊക്കെ എവിടെയോ ആണ്. യുവതലമുറയുടെ മുമ്പിൽ എൻ്റെ നോളജ് വെറും വട്ടപൂജ്യം. അതാണ് ലോകം. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, അഭിജിത് ദീപ്കെ എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്ത ഒരു വെബ്സൈറ്റ് വഴി തട്ടിപ്പുറപ്പെട്ട നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ ഒരു ഓളം തെറ്റിയ ഡയലോഗ്. വല്ല തലയ്ക്ക് വിവരമില്ലാത്തമാരെയൊന്നും പിടിച്ച് ജഡ്ജിയായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം, ജാതി, വർഗം, വർണ്ണം, എന്റെ ഇഷ്ടമൊക്കെ പറയണമെന്ന് ഞാൻ പിടിച്ച് ജഡ്ജിയായിട്ടിരിക്കാൻ പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാവണം. ജഡ്ജിയൊക്കെ നിയമിക്കണം നമ്മളെ മിനിസ്ട്രി ലെവലല്ലേ ഇപ്പോൾ. പിന്നെ ഇങ്ങനെയല്ലേ വരൂ. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കൊളോജിയ സിസ്റ്റമൊക്കെ മാറ്റിയില്ലേ. സൗകര്യമുള്ള ഇഷ്ടപ്പെട്ട ജഡ്ജിയെ നിയമിക്കുക. അവൻ നമുക്ക് വേണ്ടി പിന്നെ ജഡ്ജിമെന്റ് പറയുമ്പോൾ ജനവളവും. ഇത്ര ഊളകളെയൊക്കെ പിടിച്ച് മുകളിലിരുത്തിയാ ഉണ്ടാവണത് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അത് അത്ര ഊളകളാണ് ഉമാര്. കാരണം അത്ര ഊളകളാണ് ഇതിനെ നിയമിക്കണവർ. അത് ഏവനായാലും, നാളെ ഞാനായാലും ഊളയാണ്. അല്ല, ഒന്നാം തരം വൃത്തികെട്ട മനുഷ്യൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉടനെ കൃഷ്ണൻ വരും. അങ്ങനെ കൊണ്ട് അവിടെ ശ്രീരാമൻ വരും, ക്രിസ്തു വരും, ശ്രീബുദ്ധൻ വരും. അല്ലാത്ത ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇനി ഇവർ രാജ്യത്ത് തോപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഇവരെയൊന്നും താല്പര്യമില്ലാത്ത പുതിയൊരു അവതാരം വരും, കൽക്കി. ബുദ്ധിമുട്ടാണ് മക്കളെ, ബുദ്ധിമുട്ടാണ്. എൻ്റെ പ്രായം ചെന്ന മിനിസ്റ്റർമാരെ ചാവാറായിരുന്നിട്ടും രാത്രി 12 മണിക്ക് ബ്ലോഗ് ചെയ്തിട്ട് ജനത്തിനോട് അഭിസംബോധന ചെയ്യണ മണ്ട ശിരോമണികളെ. പുതിയ തലമുറയെ പഠിക്കുക, പുതിയ തലമുറയെ മനസ്സിലാക്കി. എനിക്ക് 90 വയസ്സായാലും അന്നത്തെ 15 വയസ്സായവനെ മനസ്സിലാക്കണം, 16 വയസ്സായവനെ മനസ്സിലാക്കണം, 15, 16 മുതൽ 20, 25 വയസ്സുള്ള പെൺകുട്ടികളെയും മനസ്സിലാക്കണം. ഇവർക്കൊക്കെ ഇന്ന് ഈ ലോകത്ത് അവരുടെ കയ്യിൽ ഡാറ്റയുണ്ട്. ഡാറ്റ വെച്ചാണ് പിള്ളേർ സംസാരിക്കുന്നത്. നമ്മൾ വളർന്ന കാലഘട്ടമല്ല. അവർക്കൊരു ഡൗട്ട് തോന്നിയ നെറ്റ് വൈഡാണ്. നെറ്റിൽ കൂടി അവരത് സെർച്ച് ചെയ്യും, മനസ്സിലാക്കും, നോളജ് ഇതാവും. എന്നിട്ട് അവർ അടങ്ങിയിരിക്കും ഉപദ്രവം കാരണം. പിന്നെ അവർ ചവിട്ടി പുറന്നു വരും. പിന്നെ എന്നെയും കൊണ്ടേ പോകും. ആ പോക്കാണ് ഈ കാണുന്നത്. ഈ പോക്കൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാവർക്കും അപകടം തന്നെ. അത് ആർക്കായാലും, മതത്തിനായാലും ജാതിക്കായാലും ഭരിക്കുന്നവർക്കായാലും അപകടം തന്നെയാണ്. കാരണം ഞാൻ അതാണ് പറഞ്ഞത്, പ്രകൃതിയുടെ ഒരു വിളയാട്ടമുണ്ട്. കാരണം മനുഷ്യനും പ്രകൃതിക്കും പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കൊക്കെ വേണ്ടതുണ്ട്. അതിനെയൊക്കെ തടയാൻ ശ്രമിച്ചാൽ, അതിനെയൊക്കെ എന്ത് ചെയ്താൽ പ്രകൃതി ആരെ ഏത് രൂപത്തിൽ വിടുമെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോഴും ഞാൻ പറയണു, കൃഷ്ണന്റെ അടുത്തെത്തിയ കുചേലനെ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കണമെന്നായിരിക്കും. അപ്പോഴും കുചേലന്റെ മുമ്പ് കൃഷ്ണനാണ് തോറ്റുപോയത്. ഇടയ്ക്ക് ഓർമ്മിക്കണമെന്നായിരിക്കും. കൃഷ്ണനല്ല അവിടെ മിടുക്കൻ, കുചേലനായിരുന്നു. കുചേലന്റെ ദാരിദ്ര്യം കൊണ്ട് കൃഷ്ണനെ കുചേലൻ അക്സെപ്റ്റ് ചെയ്യണം. അല്ല രാജകൊട്ടാരത്തിൽ കുചേലനെ കയറ്റിയിരുത്തല്ല ചെയ്തത്. കുചേലന്റെ ക്വാളിറ്റി വെച്ചിട്ട് കൃഷ്ണനെ കുചേലനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു എന്ന് തിരിച്ചും കൂടെ ചിന്തിക്കണം. പറയണ എങ്ങനെ, പഠിപ്പിക്കണേ, അയ്യോ കുചേലൻ ദരിദ്രനായിരുന്നു, കൂട്ടുകാരനായിരുന്നു, അതുകൊണ്ട് അങ്ങ് മാട്രിക് മുകളിൽ കയറ്റിയിരുത്തി ഞൊട്ടിയെന്ന്. അങ്ങനെയല്ല, കഴിവുള്ളവനെ നമുക്ക് കയറ്റിയിരുത്തേണ്ടി വരും. അതായിരുന്നു കുചേലന്റെ ലാളിത്യം, കുചേലന്റെ ജീവിതം. കൃഷ്ണനെക്കാളും എത്രയോ ബെറ്ററുമായിരുന്നു കുചേലന്റെ ജീവിതം. ഇതാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണന് വിവരമുണ്ട്, തലയ്ക്ക് നല്ല ചിന്താശക്തി ഉണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു, കുചേലനെ പിടിച്ച് തന്റെ സിംഹാസനത്തിന് ഒപ്പമിരുത്തി അദ്ദേഹത്തിനോട് ഭക്ഷണം കഴിച്ചു. പകരം നമ്മളെ പഠിപ്പിക്കണേ എന്തെന്നു, കൃഷ്ണ ഔദാര്യം കൊടുത്തു. ആ ഔദാര്യമല്ല, കുചേലന്റെ ഔദാര്യം കൃഷ്ണൻ സ്വീകരിക്കുക. അതായിരുന്നു ഇന്ന് സംഭവിച്ച കാര്യം, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയ പ്രേക്ഷകരെ, CJP പാർട്ടി എന്നല്ല പറയണ, CJP എന്ന് പറയുന്ന വെബ് മീഡിയയിൽ കൊണ്ട് ഉയർത്തെഴുന്ന ക്രോക്രോച്ച് പാർട്ടിയുടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ ഇന്നലെയൊന്നുമല്ല, ക്രോക്രോച്ച് പാർട്ടിയിൽ 100 പേരില്ലാത്തപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഫേസ്ബുക്ക് വഴി എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ യുവതലമുറയ്ക്കൊപ്പം തന്നെ നിന്നത്. ഇനിയും ഞാൻ യുവതലമുറയ്ക്ക് നിൽക്കും. എനിക്ക് 90 വയസ്സാലും യുവതലമുറയ്ക്കൊപ്പം തന്നെ നിൽക്കും. കാരണം അവരിൽ പറയണതിൽ കാര്യമുണ്ട്.
ജാതി പറഞ്ഞ് വർഗം പറയണ ഒരു യുവതലമുറ ഞാൻ ഏരിയ വഴി അടിപ്പിക്കില്ല. പകരം യാഥാർത്ഥ്യങ്ങൾ പറയുന്ന യുവതലമുറയെ ഞാൻ അഭിസംബോധന ചെയ്യും. അവർക്കൊപ്പം ഞാൻ നിൽക്കും. ഞാൻ എന്റെ കണ്ണടയുന്നത് വരെ. അഭിജിത് ദീപ്കയ്ക്ക് എന്റെ തികഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ ഒപ്പം തന്നെ സ്വതം വാങ്ചുക്കിന്റെ ഇത്രയും കാലത്തെ പ്രയത്നം, ഈ CJP കൊടുത്ത സപ്പോർട്ട്, അതൊക്കെ നമ്മുടെ ഒരു വലിയ മാറ്റം യുവതലമുറയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒപ്പം തന്നെ ഇതിനകത്തൊരു തമാശയുണ്ട്. BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗഹവാത്തി മന്ത്ര കേശവ് മഹന്തയുടെ മകൾ CB മഹന്ത, അദ്ദേഹം മന്ത്രിയാണ്. ഗുവാഹത്തി, അതായത് ഗുവാഹത്തിയിലെ മന്ത്രിയുടെ മകൾ ഇതിന് ഓപ്പൺ സപ്പോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതലമുറയുടെ വീക്ഷണം മനസ്സിലാക്കാനാണ് പറയണത്. അതായത് അച്ഛനായ ഞാൻ ഇതിനൊക്കെ അനുകൂലിച്ചാൽ പോലും എന്റെ കുട്ടി അനുകൂലിക്കണമെന്നില്ല. എന്റെ കുട്ടിക്ക് വീക്ഷണം കൂടിയിരിക്കുന്നു. യുവതലമുറ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് യുവതലമുറയ്ക്കൊപ്പം യാത്ര ചെയ്യണം. അവർക്കൊപ്പം എനിക്ക് 60 വയസ്സായിരിക്കുമ്പോൾ എന്റെ പഴയ അറ്റിറ്റ്യൂഡ് പിടിച്ചുകൊണ്ടിരിക്കുകയുള്ള കാര്യം, എന്റെ പഴയ കാലത്തുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്തിട്ട് അവരുടെ ദീർഘവീക്ഷണത്തിനൊപ്പം യാത്ര ചെയ്യലാണ് എന്റെ ജോലി. പകരം അടിച്ചേൽപ്പിക്കല്ലേ. അപ്പൊ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. കുറ്റവാളികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ലോകത്ത് നിങ്ങൾക്ക് നീതി ഒരിക്കലും ലഭിക്കില്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, നാഷണൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ടെർമിനേറ്റഡ് ടുഡേ എന്ന് പറയണം. റിസൈനഡ് അല്ല, ടെർമിനേറ്റ് ചെയ്യായിരുന്നു. നിവർത്തി കൊണ്ട് അയാൾ റിസൈനിങ് എന്ന് കാണിക്കുന്നു. പേഴ്സണൽ, എന്നാ പേഴ്സണൽ, ഇന്നലെ വരെ ഇല്ലാത്ത പേഴ്സണൽ കാര്യം അയാളെ ടെർമിനേറ്റ് ചെയ്തു. മോദി മന്ത്രിസഭയിൽ നിന്ന്, BJP മന്ത്രിസഭയിൽ നിന്ന്, RSSന്റെ മന്ത്രിസഭയിൽ നിന്ന്. അത് അങ്ങനെ തന്നെ പറയണം. ഇവരാണ് ഇപ്പൊ ഭരിക്കുന്നത് പ്രധാനമായിട്ട്. പിന്നെ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന കുറെ നായിഡു പാർട്ടികളും, ഇവരൊക്കെ ഇതിനകത്ത് നിന്നുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ ടെർമിനേറ്റ് ചെയ്തു. നരേന്ദ്രമോദി ഡയറക്റ്റ് ആയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ ടെർമിനേറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ അടുത്ത ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് ആരായിരിക്കും? അത് നരേന്ദ്രമോദി തന്നെയായിരിക്കും. അത് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചിട്ടില്ലേ? പ്രിയ പ്രേക്ഷകരെ, ഞാൻ ചോദിക്കണം, നിങ്ങൾ അപ്പൊ പറയും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ട് സംസാരിക്കണമെന്ന്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചില്ലേ അടിയന്തരാവസ്ഥ? ഇന്ത്യയിലെ ഈ ജനാധിപത്യം മുറുകെ പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ജനത, 150 കോടി ജനത. ഈ 150 കോടി ജനത എങ്ങനെയാണ് ജനാധിപത്യം മുറുകെ പിടിച്ചത്? ബ്രിട്ടീഷുകാരനെതിരായിട്ടുള്ള യുദ്ധത്തിൽ കൂടി. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന്. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് വന്ന നമ്മളെ മിനിസ്റ്റേഴ്സ്, അവർ ജനാധിപത്യത്തിനൊരു അവർ അടിത്തറ, ശ്രീകോവിലിന്റെ അടിത്തറ പാകി. ശ്രീകോവിലിന്റെ അടിത്തറ എന്ന് പറയാൻ നിങ്ങളൊരു മതമായിട്ട് അതിനെ എടുത്തു നോക്കൂ. എല്ലാ ഹിന്ദുമത ക്ഷേത്രങ്ങളുടെയും അടിത്തറ ജനാധിപത്യമായിട്ട് വളർത്തി. പിന്നീട് വന്ന ക്രിസ്ത്യൻ സഭകളും, പിന്നീട് വന്ന മുസ്ലിം ആരാധനകളും, വിശ്വാസിയും അവിശ്വാസിയും എല്ലാം തന്നെ അതിൽ ഉറച്ചു നിന്നാൽ പോലും അടിസ്ഥാനം ജനാധിപത്യമായിട്ടുണ്ടാക്കി. ആ രീതിയിൽ നമ്മുടെ മുൻ ഭരണാധികാരികൾ, മുൻ സാഹിത്യകാരന്മാർ, മുൻ സയന്റിസ്റ്റുകൾ നല്ല ക്ലാസ് തന്ന് നല്ല സ്റ്റഡി ആയിട്ട് തലമുറയെ സ്റ്റഡി ചെയ്തിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ തലമുറയ്ക്കും അത് മനസ്സിലാവുന്നുണ്ട്. അവര് നെറ്റ് വഴി പഠിച്ചു. നിങ്ങൾ സ്കൂൾ ബുക്കുകളിലൊക്കെ പലതും മാറ്റി, പല കാര്യങ്ങളും മാറ്റി. അടിസ്ഥാനപരമായിട്ട് സ്നേഹം, സാഹോദര്യം എല്ലാം മാറ്റി. ഒരുമിച്ച് ജീവിക്കണം, നമ്മൾ ഭാരതീയരാണ്, നമ്മൾ ഇന്ത്യക്കാർ, എല്ലാം നിങ്ങൾ എടുത്ത് കളയണം. കളഞ്ഞിട്ട് പോലും അതിന് നിങ്ങൾ എത്ര കളഞ്ഞാലും ഇവിടെ നെറ്റുണ്ട്. അതേ നിങ്ങളല്ലേ ഈ നെറ്റെല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. അതേ നിങ്ങളല്ലേ എല്ലാ വീട്ടിലും ആൻഡ്രോയിഡ് ഫോൺ, 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. യൂട്യൂബിൽ കയറിയ ഹിസ്റ്ററി കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഹിസ്റ്ററി കിട്ടും. ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ എത്ര അതിനകത്ത് മാർച്ചാലും ഹിസ്റ്ററി ഇതൊക്കെ കണ്ടവന്റെ കയ്യിരിക്കുന്ന സാധനമാണ്. അവ അതെടുത്ത് തന്നു. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ലൈബ്രറിയിൽ ബുക്കുണ്ട് പഴയ കാലത്ത്, എന്ത് കത്തിച്ചു കളയോ? എത്ര ലൈബ്രറിയിലെ ബുക്ക് കത്തിക്കും? ചരിത്രം അന്വേഷിക്കും, ഇറങ്ങിച്ചെല്ലും. നമ്മളൊരു മനുഷ്യൻ 10-20-30,000 വർഷം പുറകിൽ ഇറങ്ങിയിട്ട് ചിന്തിക്കണ. 2 ലക്ഷം വർഷത്തിന് മുമ്പ് മനുഷ്യനെ കണ്ടെത്തിയെന്ന് ചിന്തിക്കണ.
ചരിത്രം തികഞ്ഞ് ഹിമാലയത്തിന്റെയും സാനുക്കളുടെയും അന്റാർട്ടിക്കയുടെ അടിയിലോട്ട് പോണ, അവിടെ എവിടെയെങ്കിലും ഒരു ജീവന്റെ മനുഷ്യന്റെ പഴയ ഏതെങ്കിലും ഫോസിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോണ. ആ നിലയിലോട്ട് നമ്മൾ എത്തിയില്ലേ, അപ്പൊ അന്വേഷണം തുടരും. എത്ര പ്രകൃതിയിൽ ജിജ്ഞാസയുള്ള ജീവികളുണ്ടോ അവ അന്വേഷിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ കെട്ടിപ്പൊക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വെട്ടിപ്പൊക്കിയാൽ എല്ലാം പൊട്ടിപ്പൊളിപ്പിക്കാൻ ഒരുപാട് പേര് വരും. അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്ത് ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറയാണ്, അതുകൊണ്ട് ഒരാൾ ഒരു കൊടുന്നു അങ്ങോട്ട് ഇതാകണ്ട. യുവതലമുറയുടെ രക്തം ബ്ലഡാണ്, അത് തിളക്കി കഴിഞ്ഞാൽ ഒരാൾക്കും കെടുത്താൻ പറ്റൂല. തോറ്റ് തുന്നം പാടേ നിവർത്തിയുള്ളൂ. ഒപ്പം തന്നെ ഇനി ഒരു രസകരമായ സംഭവം പ്രിയ പ്രേക്ഷകർക്ക് പറയട്ടെ. ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ പഠിച്ചത് അമേരിക്കയിലെ ടഫ് യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ പറഞ്ഞില്ല, വാർത്താ ചാനലുകൾ പറയുന്നുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഘട്ടം. രാജ്നാഥ് സിംഗിന്റെ മകൻ UK ലീഡ് യൂണിവേഴ്സിറ്റി, എസ് ജയശങ്കറിന്റെ മകൻ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, പീയൂഷ് ഗോയലിന്റെ മകൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഇങ്ങനെ BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുറെ പേരുടെ മക്കൾ പഠിക്കുന്നു. ഇനി കഴിഞ്ഞില്ല, RSSന് ഫണ്ട് വരുന്നത്. RSSലെ പല നേതാക്കൾ സ്ഥിരമായി സന്ദർശിക്കുന്ന സ്ഥലം അമേരിക്ക. നിങ്ങളെടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കൂ, അമേരിക്കയുടെ ഓരോ മിനിസ്ട്രിയുടെ ഓരോ സ്ഥലങ്ങളും സന്ദർശിക്കണു. ഏഷ്യയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ലേറ്റസ്റ്റ് ക്ഷേത്രം ഇരിക്കുന്നത് അമേരിക്ക. അങ്ങനെ പോകുന്ന ലോകമാണെന്ന് മനസ്സിലാക്കണം. എന്തൊക്കെ ഇരട്ടത്താപ്പുകൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊക്കെ അതാണ് പറയുന്നത്, എന്ത് ഇവിടെ പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഞാനിപ്പോ വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ കാണുന്ന മീഡിയകൾ വഴി കാണുന്ന ഇരട്ടത്താപ്പുകളാണ്. ഇവരെല്ലാരും ഇങ്ങനെ ലോകം മൊത്തം കീഴും, ഇവരെ മക്കളും എല്ലാവരും ഇങ്ങനെ ലോകം മൊത്തം കീഴ് ബിസിനസ് ചെയ്ത് ഇങ്ങനെ പാടി. ഇവിടെ വരുമ്പോൾ കുറെ ന്യായം പറയും, കുറെ അടിയുണ്ടാക്കും, നമ്മളെ തമ്മിൽ തല്ലിക്കും. എല്ലാവരും ഇതാരൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരെയും ഞാൻ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ തല്ലിക്കും, നമ്മളെ പിരിച്ചു ചേർത്ത് അടുത്ത അയൽവാസിയായ എനിക്കും അപ്പുറത്തുള്ളിടത്തുള്ള സ്നേഹം കൂടെ പോയി ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച്. ഞാനീ പറഞ്ഞത് അങ്ങനെ എത്തിച്ചു ഓരോരുത്തരെയും. അങ്ങനെ എത്തിച്ചിട്ട് ഇവരെന്താണ് ചെയ്യണത്? സുഖിച്ച് ലോകം മൊത്തം വില്ലോപരായി നീങ്ങുകയാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, പുതിയ തലമുറ ഇതെല്ലാം എങ്ങനെ എടുത്തു തരും. നിങ്ങൾ ഏത് വെബ്സൈറ്റ് ക്ലോസ് ചെയ്താലും എന്ത് ചെയ്താലും പുതിയ തലമുറ, ഓരോ പുതിയ തലമുറയിൽ ബ്രില്യൻ്റ് ആണ്. അത് പ്രകൃതി നിയമമാണ് അവരെ ബ്രില്യൻ്റ് ആക്കുന്നത്. നമ്മൾ എത്ര അടച്ച് കാര്യങ്ങൾ വയ്ക്കുമോ അത്രയും തന്നെ പ്രകൃതി ഓപ്പണൈസ് ചെയ്തിട്ട് പിള്ളേരെ മുമ്പ് ഇട്ട് കൊടുക്കും. അത് പ്രകൃതി നിയമം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ എല്ലാം കോട്ട് ചെയ്യണത്. പ്രകൃതി നിയമത്തിലാണ്. കളിക്കേണ്ട ഒരുത്തനും കളിക്കണ്ട. ജീവിക്കാൻ വേണ്ടിയൊക്കെ കളിക്കൂ, ജീവിച്ചേ പറ്റൂ. പക്ഷേ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട്, മറ്റുള്ളവനെ അവഹേളിച്ചിട്ട്, അവനെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട്, എല്ലാവരുടെയും അവകാശങ്ങളെ പിൻവലിച്ചുകൊണ്ട് ഞാനാണ് ശരി, ഞാനാണ് ശക്തി, എനിക്ക് അധികാരമുണ്ടെന്നൊക്കെ ചിന്തിക്കണ ഓരോരുത്തരും കാണണ്ട. പ്രകൃതി അതെല്ലാം പൊട്ടിച്ചതുപോലെ താഴെ ഇട്ടിരും. അങ്ങനെ ഓരോ അവതാരങ്ങളുണ്ടാവും. കഴിഞ്ഞില്ല. ഇനി ഞാൻ ഈ പ്രേക്ഷകർക്ക് പറയേണ്ടത്, ഇത് BJPയുടെ ആൾക്കാർ, കോൺഗ്രസിന്റെ മിനിസ്റ്റേഴ്സ്, ഇതുവരെയുള്ള ഒരു 25 വർഷത്തെ മന്ത്രിമാരുടെയും കോൺഗ്രസിലെ സാധാ പ്രവർത്തകരുടെയും മക്കളൊക്കെ എവിടെ പഠിക്കണമെന്ന് അന്വേഷിക്കണം. കഴിഞ്ഞില്ല. ഒരു 15-20 വർഷത്തിനകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ മക്കളൊക്കെ എവിടെ പഠിക്കണമെന്ന് അന്വേഷിക്കണം. ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് അന്വേഷിക്കണം. എത്ര കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നുണ്ട്? എന്റെ നാട്ടിലെ പല വാർഡ് മെമ്പർമാരുടെ മക്കൾ പോലും ഇവിടുത്തെ CBSE ICSE സ്കൂളിലാണ് പഠിക്കുന്നത്. അവരുടെ എല്ലാ മക്കളും എന്തേ അവർ സ്റ്റേറ്റിൽ വിട്ടില്ല? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വിട്ടില്ല? ഞാനീ പറയുന്ന ഒരു വാർഡ് മെമ്പറിന്റെ കാര്യമാണ്. നിങ്ങളൊന്ന് അന്വേഷിക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ലാളന പ്രഹ്ലാദങ്ങൾ, അവരുടെ മക്കൾ എവിടെ പഠിക്കണമെന്ന്. അതുകൊണ്ടാണ് മിണ്ടാത്തത്. പിള്ളേരെ സമരം ചെയ്തപ്പോ എന്തേ നിങ്ങൾ ട്വീറ്റ് ചെയ്തില്ല? എന്തേ നിങ്ങൾ പ്രതികരിച്ചില്ല? നിങ്ങളൊക്കെ പ്രതികരിച്ചപ്പോഴും ആള് കൂടിയപ്പോ, ആള് കൂടുമ്പോ എല്ലാവരും അവകാശം ഉന്നയിച്ചു വരും. ആരും ഇല്ലെങ്കിൽ ഒരുത്തന്റെ ഈ കഷ്ടപ്പാടിന്റെ മുന്നിൽ അവകാശം പറഞ്ഞുകൊണ്ട് ഒരുത്തനും വരില്ല. ചരിത്രമല്ലേ ഇത്? ആ ചരിത്രത്തിൽ നിന്നല്ലേ ലെനിൻ വിശപ്പിന്റെ വിളി ഉണ്ടാക്കിയത്. ആ ലെനിന്റെ വിശപ്പിന്റെ വിളിയിൽ നിന്ന് അധികാരം കിട്ടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കുക. അത് തന്നെയല്ലേ ഇപ്പൊ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് തന്നെയല്ലേ പലരും ചെയ്തുകൊണ്ട് അവസാനം തോട്ട് തുന്നം പാടി നാണം കെട്ട് കുടുംബ തലയിൽ മുണ്ടിട്ട് വീട്ടിനകത്ത് ഒളിച്ചിരിക്കേണ്ടി വരുന്നത്? പ്രകൃതി അതാണ് പ്രിയ സുഹൃത്തുക്കളെ എന്ന് ഞാൻ ഓർപ്പിക്കണം. ഞാൻ എന്ത് കളിച്ചാലും പ്രകൃതി തൻ ലാളനം തുടരും.
പ്രകൃതി തൻ തീരം അതിലേക്ക് ഒഴുകിയെത്തും. ആ ഒഴുക്കിൽ നമ്മൾ അലിഞ്ഞു ചേർന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെ അവൻ തോൽപ്പിക്കും. തോൽപ്പിക്കാൻ ഒരുവൻ ഉണർന്നു വരും, സൂക്ഷിക്കുക. ഇതെന്റെ വാക്യങ്ങൾ, നൊബക് സോളയുടെ വാക്യങ്ങൾ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ കരുതി ഏറ്റവും മുന്നിട്ടിൽ നിന്നിട്ട് ഒരു മതത്തിലും വിശ്വസിക്കാതെ മതത്തിന് ആവശ്യമായിട്ട് ഫണ്ട് കൊടുത്തുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുകയും എന്നാൽ രാജ്യം രണ്ടായിട്ട് വിഭിന്നമായിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്ത നമ്മുടെ സഹോദരങ്ങളുള്ള ഒരു നാടാണിത്. ഞാനിനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ രാജ്യങ്ങളുടെ ബോർഡർ കടന്നൊന്നും പറയണ്ട, എന്നെ ഒരു തീവ്രവാദിയായിട്ട് കാണുകയും വേണ്ട. പക്ഷേ അങ്ങനെ ഒരു കാലത്ത് ഇവിടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാവുകയും അപ്പുറത്ത് മുഹമ്മദ് അൽ ജിന്ന പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അതിന്റെ പിന്നിൽ രഹസ്യമൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോർപിടിക്കില്ല. പക്ഷേ എങ്കിലും ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1964 വരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അദ്ദേഹം സ്ഥാപിച്ച കുറെ യൂണിവേഴ്സിറ്റികളുടെ കുറെ സ്റ്റാർട്ടപ്പുകളുടെയും പിൻബലത്തിലാണ് നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. JNCASR, AAC, JNUEFI, JNRDDC, ഇങ്ങനെയുള്ള JNPA, JNTU, ഇങ്ങനെ 100 കണക്കിന് ബേസ് കൊടുത്തപ്പോഴാണ് നമ്മൾ ഇന്ന് സയൻസ് പരമായിട്ടും മറ്റൊക്കെ മുന്നേറി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നമ്മളെ യുവതലമുറ നിൽക്കുന്നത്. മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ മിണ്ടുന്നില്ല തൽക്കാലം, കാരണം അതൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ തയ്യാറില്ല. ഇനി കഴിഞ്ഞില്ല. ഇനി പിന്നെ അത് ജവഹർലാൽ നെഹ്റുവിന്റെ ബേസ്. പിന്നെ വന്ന പ്രധാനമന്ത്രിമാരെ ഞാൻ പറയുകയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി 1961, 1966. ഇന്ദിരാഗാന്ധി 1966, 1977, 1980, 1984. ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ അബദ്ധം എന്താണ്? സ്വന്തം മകനെ, ഞാൻ പ്രേക്ഷകർ, സ്വന്തം മകന് ആവശ്യമില്ലാതെ അധികാരം കൊടുത്തു. സഞ്ജയ് ഗാന്ധി അദ്ദേഹം ഭാരതത്തിൽ ചെയ്തതാണ് ജനത്തിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരുടെയൊക്കെ പ്രത്യുൽപാദന ശേഷിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓർമ്മയുണ്ടോ കോൺഗ്രസെ? അങ്ങനെ എത്ര ലക്ഷം പുരുഷന്മാർ ഇവിടെ വന്ധ്യംകരണം ചെയ്തു? അത് തന്നെയല്ലേ നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടാനും നിങ്ങൾ ഇന്ന് അധികാരത്തിൽ നിന്ന് പൂർണ്ണ പിന്മാറി നിങ്ങളെ എവിടെയോ ഒരു മുക്കോണിൽ ഒളിപ്പിച്ചിരിക്കാൻ പറ്റിയ സാഹചര്യം തുടങ്ങിയത്? അതിനെ എന്താണ് പറയേണ്ടത്? സ്വച്ഛാധിപത്യം എന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർമ്മിക്കുന്നു. ഇന്ദിരാഗാന്ധി പിന്നീട് ചെയ്ത നല്ല കാര്യങ്ങളെ ഞാൻ പറയുന്നുണ്ട്. അവിടെ നിന്നല്ലേ നമുക്ക് ഇത് വന്നത്? അവിടെ നിങ്ങൾ ജനത്തിന്റെ പള്ളയ്ക്ക് കയ്യേറിയോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇന്ദിരാഗാന്ധിയുടെ മകൻ ഇയാളാണ് ആദ്യമായിട്ട് വന്ധംകരിക്കേണ്ടത്. എന്നിട്ട് ആദ്യം അദ്ദേഹത്തിന്റെ സഹോദരനായ രാഹുൽ ഗാന്ധിയെ വന്ധംകരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാ എത്രയും തലമുറയായി വന്ധ്യംകരിക്കാത്തുണ്ട്. ചരിത്രമാണ്, ഇങ്ങോട്ട് തള്ളണ്ട. ഒരു കോൺഗ്രസ്സുകാരന് ഇങ്ങോട്ടൊന്നും തന്നെ താഴെ ഡയലോഗ് അടിക്കണ്ട. ചരിത്രം കയറി പടി, ഗൂഗിളിലുണ്ട്. ഇല്ലെങ്കിൽ നന്നായിട്ട് ഹിസ്റ്ററി എടുത്ത് വെച്ച് പടി. അങ്ങനെ തുടങ്ങിയ കോൺഗ്രസിന്റെ പരാജയമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ ഉണ്ടാക്കി ജനങ്ങളെ ഉപദ്രവിച്ച് അടിയന്തരാവസ്ഥ നമ്മളെ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇപ്പോഴും BJP ഗവൺമെന്റിന്റെ അവസ്ഥ എന്താണ്? എന്ത് ശോചനീയമാണെന്ന് നോക്കണേ. അങ്ങനെയൊക്കെ ചെയ്ത് ജനത്തിനെ ഉപദ്രവിക്കുന്ന പരിപാടി ഉണ്ടാക്കിയാൽ പണി കിട്ടും. പണി പള്ളയ്ക്ക് പായുകയും ചെയ്യും. അവിടെ ഒരു അവതാരം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ കൽക്കി അവതാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുമുമ്പ് ഉണ്ടായ അവതാരങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം. പിന്നെ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നു, വീണ്ടും ഭരണം കൈയാളുന്നു, സയൻസ് മേഖലയിലൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഇടപഴകുന്നു, ജനങ്ങളുടെ കൂടെ ഡീപ്പായിട്ട് പോകണു. ഇന്ദിരാഗാന്ധി ആനപ്പുറത്ത് കയറിയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ ചരിത്രം നോക്കിയാൽ ഇങ്ങനെ കോൺഗ്രസ് മെല്ലെ മെച്ചപ്പെടുന്നു. പിന്നെ അതുമായിട്ട് ബേസ് ചെയ്തെന്തോട്ടെ മൊറാർജി ദേശായി 1977, 1979 ഭരിക്കുന്നു. ചരൺ സിംഗ്, രാജീവ് ഗാന്ധി ഭരിക്കുന്നു. രാജീവ് ഗാന്ധിക്ക് പറ്റിയ അബദ്ധം എന്താണ്? മൃദു ഹിന്ദുത്വ നിലപാട്. എന്തിനാണ് മൃദു ഹിന്ദുത്വ നിലപാട്? നമ്മുടെ രാജ്യത്ത് ഒരാൾക്കും ഒരു നിലപാടും വേണ്ട, മൃദു ഹിന്ദുത്വ നിലപാടൊന്നും വേണ്ട. അവരുടെ അടുത്ത് കാര്യം പറയാ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുക, ഞങ്ങളിതാ ഭരിക്കുന്നു. അത് അവർക്ക് മനസ്സിലാവും. ഒരു മതത്തിനെയും കൈയാളേണ്ട ഒരു കാര്യമില്ല. അത് അവരെ വിശ്വാസമാണ്. ഏത് മതം അവരവരെ വിശ്വസിച്ച് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അത് അധികാരത്തിൽ കൈയാളേണ്ടെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. രാജ്യാന്തര കാര്യങ്ങൾ ഒരു മതവും കൈയാളേണ്ട കാര്യമില്ല. അത് രാജീവ് ഗാന്ധിക്ക് പിന്നെ എന്തായി? ദോഷമായി മാറി. ആ ദോഷമാണ് പിന്നെ രാജീവ് ഗാന്ധി അനുഭവിച്ചില്ല. പിന്നെ മറ്റു കാര്യങ്ങളോട്ട് ഞാൻ കിടക്കില്ല. എന്നാൽ രാജീവ് ഗാന്ധി ഒരുപാട് ബേസ് പ്രൊഡക്ടിവിറ്റി കൊടുത്തു. സയൻസ് പരമായിട്ട് നമ്മുടെ നാസയല്ല ISROയുടെ ഒക്കെ മറ്റൊരു ഫൗണ്ടേഷൻ നമ്മൾ ആദ്യമായിട്ട് PSL വിക്ഷേപിച്ചു, കടലിൽ പോയി വീണു. വീണ്ടും അദ്ദേഹം അതിനുള്ള പെർമിഷൻ കൊടുത്തു.
ഇങ്ങനെ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് അങ്ങനെ കയറി വന്നതിന്റെ പിന്നിൽ ഇവരൊക്കെ മിടുക്കുമുണ്ട്. രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണം, പിന്നെ നമ്മുടെ പല യുദ്ധങ്ങളും ഉണ്ടായപ്പോഴേ അദ്ദേഹം എടുത്തു വെച്ച പല എക്യുപ്മെന്റ്സും അതിനെ അന്ന് എതിർത്തവരാണെന്ന് അധികാരത്തിയിരിക്കുന്നവര്. എന്നിട്ട് അവരിന്ന് ചെയ്യണതോ എല്ലാം പ്രൈവറ്റിന് കൊടുക്കണം. അന്ന് പ്രൈവറ്റിൽ രാജീവ് ഗാന്ധി എന്തെങ്കിലും കൊടുക്കാൻ പോയപ്പോ ഇവർ എതിർത്തു. എന്നാ മനുഷ്യരാ. എന്നിട്ട് ഇപ്പൊ എല്ലാം പ്രൈവറ്റ്. അങ്ങനെയാണ് രാജീവ് ഗാന്ധി. പിന്നെ VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കാരണം തലതിരിഞ്ഞ് അന്ന് യുവാക്കളുടെ പ്രക്ഷോഭം കാരണം രാജിവെക്കേണ്ടി വന്ന മനുഷ്യൻ. ചന്ദ്രശേഖർ ആസാദ്, നരസിംഹ റാവു, ആദ്യമായിട്ട് ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയ മനുഷ്യൻ. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആരോപണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് എന്താണ്? രാജ്യത്തിനകത്തുള്ള മതത്തിന്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹം തോറ്റമ്പി. മതത്തിന്റെ കാര്യത്തില് ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരും തോറ്റമ്പും. അത് രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ജനങ്ങൾക്ക് മതമൊന്നും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് അടൽ ബിഹാരി വാജ്പേയി എന്തോ നല്ല ബ്രില്യൻ മനുഷ്യനാണെന്ന് അറിയാമോ? BJPയുടെ മുത്തായിരുന്നു. ഇന്ന് BJP, ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചെങ്കിൽ പിന്നീട് വന്ന് ഇവന്മാരെ ആരെയും കഴിവുകൊണ്ടല്ല, അടൽ ബിഹാരി വാജ്പേയി എടുത്ത അടിസ്ഥാനമാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന രാജ്യസ്നേഹം. അദ്ദേഹം പല പ്രാവശ്യം ഇവര് മതവും ജാതിയൊക്കെ വെച്ചിട്ട് അയാളെ പ്രഷർ ചെയ്തപ്പോൾ അയാളെ രാജിക്ക് ഒരുങ്ങിയ മനുഷ്യനാണ്. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്നത് ഒരു മിടുക്കനായി. ഇന്ത്യയുടെ 5 പ്രൈം മിനിസ്റ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളായിട്ട് വരും. 5 മിടുക്കൻ പ്രൈം മിനിസ്റ്റേഴ്സിനെ എടുത്താൽ അതിൽ ഒരാളായിട്ട് അടൽ ബിഹാരി വാജ്പേയി വരും. അദ്ദേഹം ബ്രില്യന്റ് ആയിരുന്നു. അദ്ദേഹം എന്തൊക്കെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അദ്ദേഹം വോട്ട് നേടി മുകളിൽ വന്നാലും പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അയാളെ സ്വഭാവം വേറെയായിരുന്നു. അദ്ദേഹം അതിൽ അടച്ചു തന്നെ നിന്നു. അദ്ദേഹം ഇതിനു വേണ്ടി അമിതമായി മതത്തിൽ പിടിച്ച് വോട്ട് ചെയ്യുന്ന എല്ലാവരെയും എതിർത്തിട്ടുണ്ട്. നരേന്ദ്രമോദി അടക്കം പല പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട്, RSS സ്വാധീനം കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിനടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ രാജി വെച്ച് താഴെ ഇറങ്ങുന്നു. അന്നത്തെ കാലത്ത് രാജി ചിന്തിക്കാൻ പറ്റൂ? ഏറ്റവും കുറഞ്ഞ 10 ദിവസം പ്രധാനമന്ത്രിയായിരുന്ന മനുഷ്യനുമാണ്. വെരി ബ്രില്യന്റ്. അദ്ദേഹം 5 പേര്, അതാണ് 5 പേരെ എടുത്താലേ ഒരാളെ അദ്ദേഹം വരും. അതെന്റെ അഭിപ്രായം തന്നെയാണ്. ഞാൻ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് പറയണത്. എന്റെ അഭിപ്രായം. ഞാൻ 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത. പിന്നെ HD ദേവഗൌഡ, IK ഗുജറാൽ, പിന്നെ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ ബിസിനസിനെ ബൂസ്റ്റ് ചെയ്ത ആള്. ഇന്ത്യയുടെ താഴെ തട്ടിൽ ഇന്ന് നിങ്ങൾ കാണുന്നത് ഓരോ വീട്ടിലും മിനിമം ഒരു വർഷം 20 മുതൽ 30,000 രൂപ വരെ സ്ത്രീകളുടെ കയ്യിലെത്തിച്ച മനുഷ്യൻ. അതിൽ കൊണ്ട് ഇന്ത്യയുടെ എക്കണോമിയെ മാറ്റിയ ആള്, ഇന്ത്യയുടെ GDP ഉയർത്തിയ ആള്, ഇന്ത്യയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്ലിയർ ചെയ്ത ആള്, താഴെയുള്ള ഏറ്റവും ലോക്കലുള്ള മനുഷ്യരുടെ വ്യവസായം മുതൽ കോർപ്പറേറ്റ് വ്യവസായം വരെ മൾട്ടിപ്ലൈ ചെയ്ത് ലോക മാർക്കറ്റിൽ ഇന്ത്യയെ തുറന്നുവിട്ട മനുഷ്യൻ. അമേരിക്കയിലോട്ട് കയറ്റുമതി സർപ്ലസ് ഉണ്ടാക്കിയാണ്. അതായത് കയറ്റുമതി കൂടുതൽ, ഇറക്കുമതി കുറവ്. അതാണ് അമേരിക്ക ഇപ്പൊ നമ്മുടെ തടി കൂടുന്നത്, 2 ഈക്വലി ഇടുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ മനുഷ്യൻ. അങ്ങനെ ഒരു ബ്രില്യന്റ് മനുഷ്യനായിരുന്നു. അതൊന്നും അന്ന് തിരിച്ചറിയാതെ ഇദ്ദേഹത്തിനെയും ചീത്ത പറഞ്ഞ് പിന്നെ അദ്ദേഹം രാജ്യമൊന്നും വെച്ച് പോയിരുന്നില്ല. 10 വർഷം പൂർത്തിയാക്കി. പിന്നെ അധികാരം അത് വോട്ട് ചെയ്ത് കൊടുക്കാതപ്പോ അത് ജനങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് അംഗീകരിച്ച് ഇവരെല്ലാരും പിന്മാറിപ്പോയി. എന്ത് ബ്രില്യന്റ് മനുഷ്യരെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യണ ശരിയോ തെറ്റോ ആവട്ടെ, ജനം നമ്മളെ നിഷ്കരിച്ചാൽ പുറത്ത് നമ്മൾ പോകണം. അത് തന്നെ ശീലിക്കണം. ബാക്കി ജനം അനുഭവിക്കട്ടെ. അങ്ങനെ പോയ മനുഷ്യൻ. പക്ഷെ ഇന്ത്യയുടെ യശസ്, ഇന്ത്യയുടെ GDP ഗ്രോത്തിന്റെ മെയിൻ ആള് തന്നെ ഞാൻ പറയും. അല്ലാതെ പിന്നീട് വന്ന ഓരോരുത്തരും ഇന്ത്യയുടെ GDP കയറ്റാൻ കരുതി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തതെല്ലാം ഫേക്കാണെന്ന് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നതാണ് നരേന്ദ്ര ദാമോദർ മോഡി. 2014 മുതൽ 2019 വരെ നല്ല ഭരണം എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം അപ്പോൾ ഓടി നടന്നു, ലോകരാജ്യങ്ങളോട് ബന്ധം വർദ്ധിപ്പിച്ചു. പിന്നെ അതൊപ്പം തന്നെ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കി. അദ്ദേഹം അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നന്നായിട്ട് പണിയെടുത്തു. പക്ഷെ അതിന്റെ കുഴപ്പമില്ല, അതിനനുസരിച്ച് തൊഴിലും ഒരു മൂവ്മെന്റ് വന്നിരുന്നു. പക്ഷെ പിന്നീട് എവിടെയൊക്കെയോ പുള്ളിക്ക് ജാതി കയറി, മതം കയറി, വർണ്ണം കയറി, വർഗം കയറി അദ്ദേഹം ഇന്ത്യയുടെ യുവതലമുറയെ മറന്നു. ആ മറന്നലിന്റെ ഏറ്റവും ഫൈനലാണ് ഇപ്പോൾ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലെത്തി. ആദ്യമായിട്ട് 15 വർഷത്തിനിടയിൽ ഒരാളെ രാജിവെക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു. ഞാൻ അതാണ് എൻ്റെ പ്രിയ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെ, എൻ്റെ പ്രിയ എല്ലാ മതപ്രവർത്തകരെ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന മൾട്ടിപ്ലൈ ചെയ്ത എല്ലാ ജാതി പ്രവർത്തകരെ, ഒന്ന് രാജ്യാന്തര കാര്യം വരുമ്പോൾ ഒരു പർട്ടിക്കുലർ 5-10 വർഷം ചവിട്ടി പിടിച്ച 15 വർഷം പോവില്ല, ലോകത്ത് പോയിട്ടില്ല. അതിനകത്ത് പുതിയ അവതാരങ്ങളുണ്ടാവും. അവർ വന്ന് നിങ്ങളെ തോൽപ്പിച്ച് താഴെ ഇറക്കും. നിങ്ങളെ ഉടായ്പ കളിയൊന്നും നടക്കൂല. അതാണ് ഈ വന്നിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നിട്ട് വല്ല നടന്ന
ഇപ്പൊ രാജിവെക്കേണ്ടി വന്ന എവിടെ ഇരുന്ന ഒരു മനുഷ്യ ഇവിടെ ഇറങ്ങി പിന്നെ പിള്ളേരെ യോജിപ്പിച്ച് യുവതലമുറ അങ്ങനെയാണ് പോണത്. യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിനെ ഒന്നും കൈയാളരുത്, അവരെ തൊഴിൽ സാധ്യതകളെ നശിപ്പിക്കരുത്, മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഓരോ വീട്ടിലെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാന്നാണ് നോക്കുന്നത്. എന്റെ വീട്ടിൽ ക്ഷേത്രം പണിയലല്ല നിങ്ങളെ ജോലി, എന്റെ വീട്ടിൽ പള്ളി പണിയലല്ല ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ജോലി, എന്റെ വീട്ടിൽ ജാതി പണിയലല്ല നിങ്ങളെ ജോലി. എന്റെ വീട്ടിലെ കുട്ടിയുടെ എന്റെ വരുമാനം വർദ്ധിപ്പിച്ച് എന്റെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടലാണ് നിങ്ങളുടെ ജോലി. എന്റെ വീട്ടിലെ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്റെ ചെലവിൽ കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഞാൻ TV വാങ്ങും, ഞാൻ മൊബൈല് വാങ്ങും, ഞാൻ വീട്ടിലെ സാധനങ്ങൾ വാങ്ങും, ഞാൻ പല വീടുകൾ വയ്ക്കും. ഇനി പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ മദ്യം വാങ്ങും. മദ്യം നിങ്ങൾ വിൽക്കണേയല്ലേ. ഇങ്ങനെ എല്ലാത്തിനും കൂടി ടാക്സ് റിട്ടേൺ ചെയ്ത് ഗവൺമെന്റിന്റെ കയ്യിലെത്തും. അത് മറ്റു കാര്യങ്ങളിലോട്ട് സ്പെൻഡ് ചെയ്യപ്പെടും. ഇതിനൊക്കെ വാങ്ങൽ ശക്തി കൂടണം, വീട്ടുകളുടെ വരുമാനം വർദ്ധിപ്പിക്കണം, യുവതലമുറയുടെ വരുമാനം വർദ്ധിക്കണം. എവിടെയോ 5-6 പേര് ലോകം മൊത്തം മനുഷ്യരുള്ളിടത്ത് എന്തൊക്കെ തെറ്റ് വരും. അങ്ങനെ നമ്മൾ യുവതലമുറയുടെ വരുമാനം വർദ്ധിപ്പിക്കലായിരിക്കണം ഓരോ ഭരണാധികാരിയുടെയും ലക്ഷ്യം. പകരം എന്റെ വീട്, എന്റെ സുഖം, എന്റെ സൗകര്യങ്ങളൊക്കെ മാത്രമാകുമ്പോൾ പിന്നെ വീട്ടിലും നിൽക്കാൻ പറ്റില്ല, നാട്ടിലും നിൽക്കാൻ പറ്റില്ല, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല, ഓടേണ്ടി വരും. ചുറ്റും കാണുന്നുണ്ടല്ലോ അല്ലേ, ഓടേണ്ടി വരും. ഈ പോക്കാണെങ്കിൽ മിക്കവാറും അടുത്ത 5 വർഷത്തിനകത്ത് BJPയുടെ എല്ലാ MP പലർക്കും രാജ്യം വിടേണ്ടി വരും. എവിടെയെങ്കിലുമൊക്കെ അഭയം പ്രാപിക്കേണ്ടി വരും. കയ്യിൽ കാശ് കാണും, അതുകൊണ്ട് എവിടെയെങ്കിലും അഭയം കിട്ടും. ഇവിടുത്തെ കുറെ കോർപ്പറേറ്റിലെ ചിലരൊക്കെ ഇപ്പൊ അഭയം തേടി നിൽക്കില്ലേ, തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇനി പലരും ഇന്ത്യയിലും അഭയം നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ പോകാതിരിക്കട്ടെ. നമ്മളെല്ലാരും ഭാരതാംബയുടെ മക്കളല്ലേ, ആരായാലും. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തപ്പെടാതിരിക്കട്ടെ പ്രിയ പ്രേക്ഷകരെ. ഒപ്പം തന്നെ CJP പാർട്ടിക്കും, CJP പാർട്ടിയല്ല CJP കൂട്ടായ്മയ്ക്കും അതിലേക്ക് വേണ്ടി യുദ്ധം ചെയ്ത പുതിയ തലമുറയിലെ എഡ്യൂക്കേറ്റഡ് ആയ എല്ലാ പിള്ളേർക്കും, ഒപ്പം തന്നെ ജനാധിപത്യം മരിച്ചിട്ടില്ല, നമ്മുടെ അവസാനത്തെ ആശ്രയവും നമ്മുടെ ജീവിതവും നമ്മുടെ അടുത്ത തലമുറയുടെ ജീവിതവും ഇനി വരുന്ന ഭാരതം നിൽക്കുന്ന കാലം അത്രയും, ഇനി ഭാരതത്തെ കീഴ്പ്പെടുത്താൻ ആരെങ്കിലും വന്നാലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതുപോലെ പോരാടുമെന്നുള്ളതിന്റെ തെളിവ് വീണ്ടും പുറത്തു കൊണ്ടുവന്ന അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച, ഇടയ്ക്കൊക്കെ എബ്രഹാം ലിങ്കനെ ഓർമ്മിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ ഓർമ്മിച്ചുകൊണ്ട് ചില സമയത്ത് ലെനിനെ ഓർമ്മിക്കേണ്ടി വരും, ഇടയ്ക്കൊക്കെ ബുദ്ധനെ ഓർമ്മിക്കേണ്ടി വരും, ക്രിസ്തുവിനെ ഓർമ്മിക്കേണ്ടി വരും. അവരെല്ലാരും തന്നെയും സ്വച്ഛാദികൾക്കെതിരെ പ്രതികരിച്ചിട്ട് മുന്നേറ്റം നയിച്ചവരാണ്. അങ്ങനെ ജഗജില്ലികളായിട്ട് മുന്നേറ്റം കൊണ്ടുവന്ന പ്രിയ എൻ്റെ പുതിയ യുവതലമുറയെ, എൻ്റെ വളരെ ഹാൻസം, വളരെ അഭിനന്ദനങ്ങൾ, വണക്കം. അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ പറയുന്നു, നാളെ ഞാനിത് ചെയ്താലും നിങ്ങൾ എന്നെ എതിർക്കണം, അടിച്ച് താഴെ ഇറക്കണം, എന്നിട്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കണം, എന്നിട്ട് നിങ്ങൾ കയറണം. നാളെ നിങ്ങൾ കയറിയിരുന്നാലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അടിച്ച് താഴെ ഇറക്കാൻ മറ്റൊരു കുറെ പേര് വരും എന്ന് ഞാൻ ഓർമ്മിക്കേണ്ടത്. CJPയിലുള്ള മെമ്പർമാരുടെ CJPയിലോട്ട് ഇത് കൈയാളുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ ഓർമ്മിക്കണം. നാളെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടികളായിട്ട് വന്ന് അധികാരം കൈയാളി രാജ്യത്ത് കയറി എന്നിട്ട് 1-2 പ്രാവശ്യം അധികാരം വീണ്ടും കിട്ടുമ്പോൾ ഇതേ പ്രവൃത്തി വന്നാൽ നിങ്ങളെ തോൽപ്പിക്കാൻ അടുത്ത തലമുറ വരും, അടുത്ത അവതാരം വരും, കൽക്കി തുടരും. ഭാരതമേ വിട, ഞാൻ നൊബക്സോളോ.